Hello Srijitu, how are you? ഫൈൻ ആൻഡ് ഫൈൻ. ഇവിടെയുള്ള വീട്ടിലാണോ അപ്പൊ? അറിയില്ല. എവിടെ നിങ്ങളെ സ്ഥലം എവിടെ? എന്റെ ഇവിടെ ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര. ട്രിവാൻഡ്രം, നെയ്യാറ്റിൻകര. ആ അതെ. അടിപൊളി. ശ്രീജിത്തു ഇപ്പൊ നമ്മൾ കഴിഞ്ഞ എക്സാമിൽ ജാനുവരി 2026 എക്സാമിൽ സി എ ഇന്റർമീഡിയറ്റിൽ ഓൾ ഇന്ത്യ റാങ്ക് 40 സ്കോർ ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് നിങ്ങളെ മാർക്സ് ഓരോ സബ്ജക്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പറയാം. അഡ്വാൻസ് അക്കൗണ്ട്സിന് 61 കിട്ടി. കോർപ്പറേറ്റ് ലോ 73. ടാക്സേഷൻ ഒരു 62. മിനിറ്റ്, ക്ലിയർ ആയിട്ടില്ല. അഡ്വാൻസ് അക്കൗണ്ട് 61, 61. ലോ കോർപ്പറേറ്റ് ലോ 73. 73, ടാക്സേഷൻ ടാക്സേഷൻ 62. 62. നിങ്ങളെ ഫസ്റ്റ് ഗ്രൂപ്പിൽ അഗ്രിഗേറ്റ് 196. അതെ. സെക്കൻഡ് ഗ്രൂപ്പ് കോസ്റ്റിംഗ് കോസ്റ്റിംഗ് 81. 81. ഓഡിറ്റിംഗ് 86. ഓഡിറ്റിംഗ് 86. എഫ് എം ആൻഡ് എഫ് എം 68. എഫ് എം 68. അങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പിൽ 235. ഓക്കെ, ദാറ്റ് ഇസ് അമേസിങ്. ഓൾ ഇന്ത്യ റാങ്ക് 40. റിസൾട്ട് വന്ന് ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ വാട്ട് വാസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് കെയിം ടു യുവർ മൈൻഡ്? വിശ്വസിക്കാൻ ആദ്യം പറ്റിയില്ല. കാരണം ഞാൻ റാങ്ക് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഒരിക്കലും. ഹൗ വാസ് ദറ്റ് പെർട്ടിക്കുലർ മൊമെന്റ് ഒന്ന് നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് തരികയാണെങ്കിൽ. ആ ഞാൻ ആദ്യം മാർക്ക് ഷീറ്റാണ് കാണുന്നത്. 431 മാർക്ക് തന്നെ ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ ചെയ്തത് 370 380 മാർക്സ് ആണ്. അപ്പൊ 430 വന്നപ്പോ തന്നെ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റി. ഞാൻ തന്നെ എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തന്നെ അറിയൂടായിരുന്നു എന്ത് സംഭവിച്ചായിരുന്നു. നിങ്ങൾ 380 എക്സ്പെക്ട് ചെയ്തിരുന്നു, വിച്ച് മീൻസ് നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് എന്തായാലും പാസ് ആവും എന്നുള്ള ആദ്യം നിങ്ങൾ ഷുവർ ആയിരുന്നു. ആ ആ പാസ്സാവുന്ന ഉറപ്പായിരുന്നു. ഓക്കെ, അത് റിസൾട്ട് വന്നപ്പോൾ റാങ്ക് ഉണ്ടെന്ന് അപ്പൊ തന്നെ അറിഞ്ഞോ, അതോ പിന്നെ സബ്സിക്വന്റ്ലി? ഇല്ല, ഞാൻ പിന്നെയാണ് അറിയുന്നത് റാങ്ക് ചെക്ക് ചെയ്യാൻ. ഞാൻ ഫാക്കൽറ്റീസായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവരാണ് പറഞ്ഞത് റാങ്ക് ചെക്ക് ചെയ്യുന്നു. അപ്പം അപ്പോഴാണ് അറിഞ്ഞത് സ്പോട്ട് ചെയ്ത റാങ്ക്. എങ്ങനെ ക്ലിയർ ആയില്ല? ഞാൻ അറിയില്ലായിരുന്നു ഇത്ര 431 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഓരോരുത്തർക്ക് മെസ്സേജ് അയക്കുമായിരുന്നു ഫാക്കൽറ്റീസിനെ. അപ്പൊ അയക്കുമ്പോൾ സാറുമാർ പറയുന്നത് റാങ്ക് ചെക്ക് ചെയ്യുന്നു, റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെന്നൊക്കെ. അങ്ങനെയാണ് അറിയുന്നത്. ആഹ്, എന്തെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആ ഒരു ദിവസം സംഭവിച്ചത് ആഫ്റ്റർ ഈ റാങ്ക് ഒക്കെ വന്നതിന് ശേഷം? റാങ്ക് വന്നതിന് ശേഷം ഞാൻ വീട്ടുകാർ പോലും എക്സ്പെക്ട് ചെയ്തില്ല ഈ സാധനം. അപ്പം അവർക്കും ഒരു ഹാപ്പി ആയി, ഞാനും ഹാപ്പി ആയിരുന്നു. എല്ലാവരും അങ്ങനെയായിരുന്നു. എന്റെ ഫ്രണ്ട്സും ഹാപ്പി ആയിരുന്നു. എല്ലാവരും. മാഷാ അല്ലാ. ശ്രീജിത്ത്, സാധാരണ ഇപ്പൊ വെനവ ഞാൻ ക്ലാസ്സിലും ഈ ഓൾ ഇന്ത്യ റാങ്കിനെ പറ്റിയൊക്കെ പറയുമ്പോഴും നമ്മൾ സ്റ്റുഡൻസിനോട് ഇങ്ങനെ അതൊരു മൈൻഡ് സെറ്റ് ആണ്. പലപ്പോഴും നോർത്തിലുള്ള സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്യണത് തന്നെ റാങ്ക് മൈൻഡിൽ വെച്ചിട്ടാണ്. എന്നാൽ നമ്മൾ സ്റ്റുഡൻസ് പലരും ഓക്കെ ജസ്റ്റ് ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി എന്നുള്ള ആ മൈൻഡ് സെറ്റിലുള്ള അപ്രോച്ചിലുള്ള ഡിഫറൻസ് ആണ് വാട്ട് ആക്ച്വലി ഡിഫറൻഷിയേറ്റ്സ് സ്റ്റുഡൻസ് ഒക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ പൊതുവെ ഒരു കോമൺലി ഏത് സ്റ്റുഡൻസിനുള്ള ഒരു ധാരണ എന്താ വെച്ചാൽ ഈ റാങ്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എലീറ്റ് എന്തോ അവഞ്ചേഴ്സ് അങ്ങനെ എന്തോ ഒരു കാറ്റഗറി ആൾക്കാർ പെട്ടതാണ്. അവർ അബ്നോർമൽ ആയിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. ഡെയിലി ഒരു പക്ഷേ 15 18 മണിക്കൂറൊക്കെ പഠിക്കുന്നുണ്ടാവും. വാട്ട് ഡു ഫീൽ ശ്രീജിത്ത്? വാട്ട് ഡിഫറൻഷിയേറ്റ്സ് ഒരു നോർമൽ ഒരു സി എ പാസ് ആവുന്ന സ്റ്റുഡന്റും റാങ്ക് ഹോൾഡറും തമ്മിൽ? ഞാൻ സത്യമായിട്ടും അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. നല്ല രീതിയിൽ ഹാർഡ് വർക്കും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആർക്ക് വേണം നേടാൻ പറ്റും. പിന്നെ നമ്മൾ പഠിക്കുന്നത് അതേപോലെ എക്സാമിനേഷൻ ഹോളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. റാങ്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് ചില കൂടുതൽ ഓൾ ഇന്ത്യ റാങ്ക് വണ്ണം കിട്ടിയവരൊക്കെ ആണെങ്കിൽ അവർ നന്നായിട്ട് പ്രിപ്പയറും ചെയ്യുന്നു. അതുപോലെ നല്ല രീതിക്ക് പ്രസന്റും ചെയ്യുന്നു. ചിലപ്പോൾ നല്ല രീതിയിൽ ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും. പക്ഷെ എക്സാമിനേഷൻ ഹാളിൽ ചിലപ്പോൾ അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കൂടുതലും അങ്ങനെയാണ് റാങ്ക് ഒക്കെ നഷ്ടപ്പെടുന്നതല്ല. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് എഫർട്ട് ഇടുന്നതും എല്ലാം. അത്ര വേറെ ഡിഫറൻസ് അങ്ങനെയൊന്നുമില്ല. ഞാനാണ് എന്റെ കേസിലാണെങ്കിൽ ഞാൻ 18 മണിക്കൂറൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഞാനൊരു 10 12 മണിക്കൂർ ആ ഒരു റേഞ്ചിലാണ് ഡെയിലി പഠിച്ചുകൊണ്ട് പോയത്. ആ ഒരു റേഞ്ചാണ് പോയത്. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാനും എക്സാമിന്റെ ടൈമിൽ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ കട്ടി കഴിഞ്ഞാൽ ആർക്ക് വേണം സ്കോർ ചെയ്യാം. അങ്ങനത്തെ ഇത് തന്നെയാണ് എല്ലാ പ്രിപ്പറേഷൻ പേപ്പറും.
പ്രിപ്പറേഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിലുള്ള പ്രസന്റേഷൻ, രണ്ടും ഈക്വലി അടിപൊളിയായിട്ട് തന്നെ പോകണം. ഡിഡ് യു എവർ ഇമ്പോർട്ടന്റ്. ഫേസ് എനി ഡേയ്സ് ലൈക്ക് ഒരു നിലക്കും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പഠിത്തം നടക്കുന്നേ ഇല്ല, കംപ്ലീറ്റ്ലി ഡൗൺ ആയി നിൽക്കുന്ന സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾ പ്രിപ്പറേഷന്റെ ഇടയിൽ? വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എക്സാം എനിക്ക് കുറച്ച് ഞാൻ വിചാരിച്ചത് അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പം അന്ന് രാത്രി തന്നെ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതിലാണ് നിന്നത്. ഞാൻ പാസ്സാവുമെന്ന് തന്നെ സംശയമായിരുന്നു ആദ്യം ഫസ്റ്റ് അഡ്വാൻസ് അക്കൗണ്ട്സ് പേപ്പറിൽ. എന്നാലും പിന്നെ വിചാരിച്ച് ചിലപ്പോൾ കിട്ടും, എന്നാൽ മറ്റു പേപ്പേഴ്സും കൂടെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എടുക്കും. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന പേപ്പർ അഡ്വാൻസ് അക്കൗണ്ട്സ് ആണ്. അപ്പം അതില് ഞാൻ അഗ്രിഗേറ്റ് ഫസ്റ്റ് ഗ്രൂപ്പിൽ അഗ്രിഗേറ്റ് എടുക്കാൻ വേണ്ടി വെച്ചിരുന്നത് ആ പേപ്പർ തന്നെ. അപ്പൊ ആ പേപ്പർ ഇത്ര ഈ പാസ് സിറ്റുവേഷൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാൻ നിന്നു ആ രാത്രി. അപ്പൊ പിന്നെ ആ ഫോക്കസ് വിട്ട് പിന്നെ അടുത്ത പേപ്പറായ കോർപ്പറേറ്റ് ലാബ് വീണ്ടും ഫോക്കസ് ചെയ്ത് അതിൽ പഠിക്കാൻ തുടങ്ങി. അതിൽ അഗ്രിഗേറ്റ് എടുക്കാൻ വേണ്ടി ബാക്കി സബ്ജക്റ്റിൽ മാർക്ക് കൂടുതൽ എടുത്ത് എങ്ങനെയും ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാന്ന് വെച്ച് ആ ഒരു മൈൻഡ് സെറ്റിലാണ് പിന്നെ മുന്നോട്ട് പോയത്. ഹൗ വാസ് ദാറ്റ് മൊമെന്റ് ശ്രീജിത്ത്? നിങ്ങൾ അത്രയും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്ന ഒരു പെർട്ടിക്കുലർ പേപ്പർ നിങ്ങൾ വിചാരിച്ച മാതിരി പോയില്ല, ആൻഡ് ദെൻ വാട്ട് കെപ്റ്റ് യു ഗോയിങ്? ഓക്കെ, ലൈക്ക് കാരണം നമുക്ക് ഒരുപാട് ടൈമും ഇല്ല, 1.5 ദിവസമേ ഉള്ളൂ. അടുത്ത അന്ന് രാത്രി തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ അഗെയിൻ അടുത്ത പേപ്പർ നോക്കാനും ഉണ്ട്. ആൻഡ് യു പ്രിപ്പയർഡ് ഫോർ ബോത്ത് ഗ്രൂപ്പ് ഫസ്റ്റ് അറ്റംപ്റ്റ്, അതിൻ്റെ ഇടയിൽ ഫസ്റ്റത്തെ പേപ്പർ തന്നെ കൊളായി. അത് എങ്ങനെയാണ് പറ്റിയത് അറിയത്തില്ല. എന്നാലും നമ്മൾ വിചാരിച്ചു എനിക്ക് പാസ് ആവുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ട്. പക്ഷെ അഗ്രിഗേറ്റിലായിരുന്നു എനിക്ക് ഡൗട്ട്. എന്നാലും പിന്നും ഒരുപാട് കൺഫ്യൂഷൻ ഒക്കെ ആയിട്ടുണ്ട്. ഫസ്റ്റ് പേപ്പർ ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നെക്സ്റ്റ് പേപ്പേഴ്സിൽ പിടിക്കാം. ആ ഒരു ഇതാണ് എന്നെ മുന്നോട്ട് നയിച്ചത് മെയിൻ കാര്യം. നിങ്ങൾ അക്കൗണ്ട്സ് ആയിരുന്നു അടുത്ത നിങ്ങളെ പേപ്പർ ഫസ്റ്റ്? ആ, പറയൂ, ക്യാരി ഓൺ ക്യാരി ഓൺ. അഡ്വാൻസ് അക്കൗണ്ട്സ് ആയിരുന്നു മെയിൻ പേപ്പേഴ്സ്. എന്നാലും ബാക്കി പേപ്പേഴ്സും അത്യാവശ്യം എഴുതാൻ പറ്റും. പക്ഷെ അഗ്രിഗേറ്റ് ഏറ്റവും കൂടുതൽ 80 കാരണം മോക്കൊക്കെ എഴുതിയപ്പോൾ 80 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് എക്സ്പെക്ടേഷനിൽ പോയതാണ്. അപ്പോൾ ആ ഒരു ഇത് നമ്മളെ 40 അടുപ്പിച്ച് വരുമ്പോൾ നമുക്ക് അഗ്രിഗേറ്റിൽ അത്രയും ഡിഫറൻസ് വരും. അപ്പൊ അതാണ് ഒരു മെയിൻ ടെൻഷൻ ആക്കാനുള്ള കാരണം. പിന്നെ ബാക്കി സബ്ജക്ട്സ് ടാക്സ് അത്യാവശ്യം കോൺഫിഡന്റ് ആയിരുന്നു എഴുതാനായിട്ട്. ലോയും അതുപോലെ കുഴപ്പമില്ലാത്ത ഇതായിരുന്നു. അപ്പം അതിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ നല്ല രീതിക്ക് ഇതെടുക്കാമെന്ന് അഗ്രിഗേറ്റ് നേടാമെന്ന് ആ പേപ്പർ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ ഫസ്റ്റ് പേപ്പറിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ബുക്കും എല്ലായിടത്തും നല്ല മാറ്റി ആദ്യമേ തന്നെ. നിങ്ങളൊരു എക്സ്പെക്ടേഷൻ എന്തായിരുന്നു? ലൈക്ക് അക്കൗണ്ട്സിലാണ് നിങ്ങൾ അഗ്രിഗേറ്റ് കയറ്റാൻ ഉദ്ദേശിച്ചിരുന്നു പറയുമ്പോൾ ലൈക്ക് എത്ര മാർക്സ് ആയിരുന്നു യുവർ ഒരു റഫ് കാൽക്കുലേഷൻ ഫോർ അക്കൗണ്ട്സ്, ലോ ആൻഡ് ടാക്സ് ബിഫോർ റൈറ്റിംഗ് ദി എക്സാം? അക്കൗണ്ട്സ് ഒരു 82 ആ റേഞ്ച് എയ്റ്റി മാർക്കാണ്. 82, യു ലോ സ്കോർഡ് 61. ആ ഓക്കെ. ആ 51. ആ, ലോ ഒരു 62, 58, 62 ആ റേഞ്ചാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. 68, 62. അല്ല നോ, 58, 60. 58, 62, ഓക്കെ. അതിൽ 73 സ്കോർ ആ ചെയ്ത്. ആ ഓക്കെ. റേഞ്ച്. ആ ഓക്കെ. ടാക്സേഷൻ ഒരു 65 ആ റേഞ്ചാണ് പ്രതീക്ഷ ചെയ്തത്. 65. Yes. 65, ഓക്കെ. അപ്പൊ 62 ഏറെക്കുറെ ആ Yes. റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ, ദാറ്റ് വാസ് നൈസ്. നിങ്ങള് പ്രിപ്പറേഷൻ സ്റ്റേജിന്റെ ഇടയിൽ ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഞാൻ ഇപ്പൊ ചോദിച്ചപ്പോ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് നടക്കുന്നില്ല എന്ന് തോന്നുന്ന മൊമെന്റ് ഉണ്ടായിരുന്നു ചോദിച്ചപ്പോ യു ആർ ലൈക്ക് ഓക്കെ, അത് ഫസ്റ്റ് എക്സാം കഴിഞ്ഞപ്പോൾ അത് ഫീൽ ചെയ്തു എന്നുള്ളത്. വാട്ട് ഐ ആക്ച്വലി ആസ്റ്റ് വാസ്, എക്സാമിനൊക്കെ പോണതിന് മുന്നേ വെൻ യു നോർമൽ നിങ്ങളെ ക്ലാസ്സസ് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും യു ഫെൽറ്റ് ലൈക്ക് ഇത് ശരിയാവില്ല, ഞാൻ എന്നെ കൊണ്ടത് പറ്റുന്നില്ല, ഡൗൺ ആയി നിൽക്കുന്ന സിറ്റുവേഷൻസ്? ഡൗൺ ആയി നിന്നിട്ടുണ്ട്. കാരണം വോളിയം ഭയങ്കര കൂടുതലാണ്. ഏറ്റവും അടുത്ത് പറഞ്ഞാൽ ഓഡിറ്റ് എന്ന പേപ്പേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വോളിയം കൂടുതലാണ്. കംപ്ലീറ്റ് ആക്കാനും പറ്റുന്നില്ല. അപ്പോൾ ആലോചിച്ചു ഈ ഓഡിറ്റിന്റെ പേപ്പർ ഇനി എന്ത് ചെയ്യും എന്നുള്ള സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഓഡിറ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ കുറച്ച് പഠിച്ചത്. മറ്റ് സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറച്ച് മോക്ക് സെക്കൻഡ് ചെയ്തിട്ടുള്ളതും ഓഡിറ്റാണ്. അപ്പോൾ ഓഡിറ്റാണ് എനിക്കൊരു വിഷയമായത് സബ്ജക്ട്. ലക്ലി എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഓഡിറ്റ് എന്ന പേപ്പറാണ്. അതിന്റെ റീസൺ ആ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തത് തന്നെയാണ്. കാരണം അത്രയും ഡേറ്റിൽ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനും ICA മെറ്റീരിയൽ നോക്കാനും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനും എല്ലാത്തിനും സാധിക്കും. ആ ഒരു പോസ്റ്റ്പോൺ ആണ് മെയിൻ റീസൺ മാർക്ക് സ്കോർ ചെയ്യാൻ. 86 കിട്ടി ഓഡിറ്റിംഗിൽ. ദാറ്റ് വാസ് മെയിൻലി ഡ്യൂ ടു നിങ്ങൾക്ക് ആ ഒരു എക്സാംസ് പോസ്റ്റ്പോണ്ട് ആയി കിട്ടി. ഇഫ് ആ, ഇഫ് ഇൻ കേസ് അതില്ലായിരുന്നെങ്കിൽ, അതായത് 1.5 ദിവസം തന്നെ നമുക്ക് ഓഡിറ്റിംഗിൽ കിട്ടിയിട്ടുള്ളായിരുന്നു എങ്കിൽ ലൈക്ക് ഹൗ ഡു യു വാലുവേറ്റ് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്ര കിട്ടും എന്നുള്ളതായിരുന്നു ഓഡിറ്റിംഗിലെ പ്രതീക്ഷ?
എവറിത്തിങ് അറൌണ്ട് 50-55 ആ റേഞ്ച് എക്സ്പെക്ട് 50 ചെയ്തത്. 55 you scaled it up to around 30 മാർക്സോളം നിങ്ങൾ കൂട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് അമേസിങ് ശ്രീജിത്ത്. ദിസ് ഇസ് ലൈക്ക് നമുക്ക് പലപ്പോഴും സി എക്സാംസിൽ വരുന്ന ഒരു കൺസേൺ ആണ് ഈ എക്സാംസ് പോസ്റ്റ്പോണ്ട് ആവുക. അപ്പോ രണ്ട് രീതിയിൽ കാണാൻ പറ്റും. ഇപ്പൊ എനിക്കിപ്പോ റീസെന്റ് 3 ദിവസം മുന്നേ നമ്മൾ റിസൾട്ട് വന്നാൽ തന്നെ എൻ്റെ ഒരു സ്റ്റുഡന്റ് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, സാറേ ആ എക്സാമിന്റെ പോസ്റ്റ്പോൺമെന്റ് എനിക്കായിട്ട് ദൈവം ചെയ്തു തന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തത്, കാരണം എനിക്ക് അത് കാരണം പ്രിപ്പയർ ചെയ്യാൻ പറ്റി, പഠിക്കാൻ പറ്റി. സോ ചില ആൾക്കാർ ഇത് കൗണ്ട് ചെയ്യുക, ലൈക്ക് ഒരു പക്ഷേ ചിലർ പറയും ശ്രീജിത്ത് നിങ്ങൾ ഭയങ്കര ലക്കിയാണ്, നിങ്ങൾക്ക് എക്സാം പോസ്റ്റ്പോണ്ട് ആയി കിട്ടി. ബട്ട് ഐ ഫീൽ ലക്കിനേക്കാളും കൂടുതൽ ഒന്ന് നമ്മളെ മൈൻഡ് സെറ്റ്. കാരണം എക്സാം പോസ്റ്റ്പോൺമെന്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ആൻഡ് അത് പ്രതീക്ഷിച്ചിട്ട് ആരും സ്റ്റഡീസ് ആ സമയത്തേക്ക് ഡിലേ ചെയ്തിട്ടില്ല. ആദ്യം പഠിക്കുന്ന സമയത്തും നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 55 എന്ന് പറയുമ്പോൾ അതിനുള്ള പ്രിപ്പറേഷനുകൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ നമ്മളെ മൈൻഡ് സെറ്റും ആ പ്രിപ്പറേഷന്റെയും കൂടെ ഈ ഒരു അഡീഷണൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവം, വി കോൾ ഇറ്റ് ലക്ക് ഓർ ബോണസ് ഓർ വാട്ട് എവർ, കിട്ടുമ്പോൾ നമ്മൾ അതിന്റെ മാക്സിമം ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്തായിട്ടാണ് ഫീൽ ചെയ്തിട്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ കേസിലും ശ്രീജിത്തും ഞാൻ 2 മാർക്കിനാണ് CA ഫൈനൽ പാസ്സാവുന്നത്. ആൻഡ് 2014 എലക്ഷൻസ് കാരണം 3 ആഴ്ച എൻ്റെ എക്സാംസ് പോസ്റ്റ്പോൺ ആയി കിട്ടിയിരുന്നു. അപ്പോൾ ആദ്യമേ ഇതിന്റെ റൂമർ നടക്കുന്നുണ്ട്, എക്സാം പോസ്റ്റ്പോൺ ആവോ ഇല്ലേ. അപ്പോ വെൻ മൈ കൊളീഗ്സ് വർ റണ്ണിങ് ബിഹൈൻഡ് അത് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി നടക്കുന്ന സമയം, ടൈം വേസ്റ്റ് ചെയ്യുന്ന സമയം, നമ്മൾ ഈ അക്കൗണ്ട്സിലൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, പ്രൂഡൻസ് എന്നുള്ളത്. നമ്മൾ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യരുത്, എക്സ്പെൻസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സോ ഐ വാസ് ലൈക്ക്, വാട്ട് ഇഫ് എക്സാം പ്രീപോണ്ട് ആയാലോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാന്ന് കരുതി പ്രിപ്പയർ ചെയ്ത് ആ 3 ആഴ്ച അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ട് പഠിച്ച് ഇന്ന് അൽഹംദുലില്ലാ എങ്ങനെ 2 മാർക്കിന് കഴിച്ചിലായി, രക്ഷപ്പെട്ടു, പാസ്സായി. സോ ഇറ്റ്സ് മോർ അബൌട്ട്, ഐ ഫെൽ, എന്നോട് കുറേ പേര് സംസാരിക്കുമ്പോൾ ലക്ക് എന്നുള്ളൊരു എലിമെന്റ് ആണ് പറയാറുള്ളത്. ബട്ട് ഐ ഫെൽ മോർ ദൻ ദാറ്റ് നമ്മുടെ പ്രിപ്പറേഷനും മൈൻഡ് സെറ്റും ആണ് വാട്ട് മാറ്റേഴ്സ്. ശ്രീജിത്ത്, വാട്ട് അക്കോർഡിംഗ് ടു യു, വാട്ട് ഡു യു തിങ്ക് നമുക്ക് CA എക്സാംസ് ക്വാളിഫൈ ചെയ്യാൻ ഒരു സ്റ്റുഡന്റിന് വേണ്ട ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി വുഡ് ബി ഇന്റലിജൻസ് ആണോ അതോ കൺസിസ്റ്റൻസി ആണോ? കൺസിസ്റ്റൻസി ആണ് സാർ. ഇന്റലിജൻസിന് ഇവിടെ വലിയ പ്രാധാന്യം ഉണ്ടാകാൻ തോന്നുന്നില്ല. കാരണം ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ടോപ്പിക് ആയിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ സിലബസിന്റെ മെയിൻ കുഴപ്പം വോളിയമാണ്. നമ്മൾ ഇത്ര വോളിയം നല്ല രീതിയിൽ കവർ ചെയ്യണം. അതാണ് നമ്മുടെ സിലബസിന്റെ ഏറ്റവും മെയിൻ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. അതാണ് എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നവും. ഈവൻ എനിക്കായാലും ചില സബ്ജക്റ്റിന് ഇങ്ങനത്തെ കുഴപ്പം വന്നിട്ടുണ്ട്. അത് സിലബസിന്റെ വോളിയമാണ്. അപ്പൊ പേഷ്യൻസും കൺസിസ്റ്റൻസിയാണ്, പിന്നെ ഹാർഡ് വർക്ക്. ഇത് മൂന്നുമാണ് എന്റെ അഭിപ്രായത്തിൽ ഇത് ക്വാളിഫൈ ആവാൻ വേണ്ട മെയിൻ സംഭവം. പിന്നെ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് സംഭവം തന്നെയാണ്. എല്ലാ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യണം. ഞാൻ ഒരു പാസ് 5 അറ്റംപ്റ്റിന്റെ ചെയ്തിരുന്നു, എല്ലാ സബ്ജക്റ്റും. ഓഡിറ്റ് ടൈം ഗ്യാപ്പിലാണ് ചെയ്തത്. ബാക്കി സബ്ജക്റ്റ് നേരത്തെ ചെയ്ത് വെച്ചിരുന്നു. അത് കറക്റ്റായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ 3 കാര്യമാണ് എന്റെ അഭിപ്രായത്തിൽ മെയിൻ ആയിട്ട് വേണ്ടത് ക്വാളിഫൈ ആവാൻ എല്ലാവർക്കും. ഫാസ്റ്റ് 3-4 അറ്റംപ്റ്റിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്തിരുന്നു? Yes, ചെയ്തിരുന്നു. വി നീഡ് ടു കം ബാക്ക് ടു ദാറ്റ്. ഞാൻ ആ പോയിന്റ് മറന്നു പോയാലും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം എങ്ങനെ നിങ്ങൾ പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾ എങ്ങനെ അത്രയും റിവിഷൻ നിങ്ങൾ സമയം കണ്ടെത്തിയെന്നും അത് എങ്ങനെ മാനേജ് ചെയ്തെന്നുള്ളൂ. ബിഫോർ ദാറ്റ് നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റിന്റെ ബേസിസിൽ ക്ലാസ്സിൽ വാട്ട് ടൈപ്പ് ഓഫ് എ സ്റ്റുഡന്റ് വേ യൂസ് ഈ ഇന്റർനെറ്റ് ക്ലാസ്സിൽ, ലൈക്ക് ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയട്ടെ, ബീങ് എ ഫാക്കൽറ്റി, നമ്മൾ ലോ ഒക്കെ പഠിപ്പിക്കാൻ പോണ സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ എല്ലാവരും അങ്ങനെ ഇരുന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കുറച്ച് ഡേയ്സ് പ്രൊസീഡ് ചെയ്യുമ്പോൾ ചില സ്റ്റുഡൻസിന് പെട്ടെന്ന് പെട്ടെന്ന് കത്തും. നമ്മൾ ഓരോ സാധനം പറയുമ്പോൾ അവർ ചിലപ്പോൾ സെക്ഷൻ നമ്പർ ഇതൊക്കെ കണക്ട് ചെയ്യും, നല്ല കാര്യം. പക്ഷെ അപ്പുറത്ത് വേറെ സ്റ്റുഡൻസ് ഇത് കാണുമ്പോൾ തന്നെ അവർ പാനിക് ആവുകയാണ്, ലൈക്ക് നമുക്കിത് അത്ര പെട്ടെന്ന് കത്തുന്നില്ല. സോ വെൻ ഐ ടോക്ട് അബൌട്ട് ഇന്റലിജൻസ്, വാട്ട് ഐ മെന്റ് വാസ്, നിങ്ങൾക്ക് ക്ലാസ്സിൽ ഫാക്കൽറ്റി ഏത് സബ്ജക്റ്റും, ലോ എന്ന് മാത്രമല്ല, ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്ട്രൈക്ക് ആവുന്നുണ്ടായിരുന്നു, ഓർ യു ആർ ലൈക്ക് അതിന്മേൽ കുറെ പിന്നെ ഇരുന്ന് മെനക്കെട്ട് പ്രിപ്പയർ ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്? ക്ലാസ്സിൽ ആദ്യം പഠിപ്പിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞിട്ടും വീട്ടിൽ വന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു. ഞാൻ കൂടുതൽ സബ്ജക്റ്റിൽ കണക്ഷൻസ് ആണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ മറ്റു സബ്ജക്റ്റിൽ അതിന്റെ ഒരു കണക്ഷൻ വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ക്ലാസ്സിൽ വെച്ചാണെങ്കിൽ തന്നെ ലോ പഠിക്കുമ്പോൾ ഓഡിറ്റ് വെച്ച് കണക്ട് ചെയ്ത് കുറെ പ്രൊവിഷൻസ് അങ്ങനെ വെച്ച് പോകുമായിരുന്നു. ഇപ്പം CSRന്റെ എക്സാമ്പിൾ എടുത്ത അത് ഓഡിറ്റിന്റെ അത് കേരവിലും ഉണ്ട്. അങ്ങനെ DT എടുത്ത അവിടെ ഒരു ചെറിയൊരു സ്ഥലത്തുണ്ട്. അതുപോലെ IDT അങ്ങനത്തെ ഒരു കണക്ഷൻസ് വെച്ച് ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്താണ്. CSR കേൾക്കുമ്പോൾ 4 സൈഡ് എനിക്ക് ഓർമ്മ വരും. അപ്പോൾ ആ ഒരു കണക്ഷൻ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് കീപ്പ് ചെയ്ത്. അതുപോലെ ഓഡിറ്റും AS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അപ്പൊ അത് ഹെൽപ്പ് ചെയ്തു. ക്ലാസ്സിലും പറഞ്ഞു തരുമായിരുന്നു. കണക്ട് ചെയ്ത് പഠിക്കുന്ന ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് നമുക്ക് പോകുന്നത്. കാരണം രണ്ടിടത്തും നമുക്ക് അത് അപ്ലൈ ചെയ്യാനും പറ്റും, നമുക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കും. ക്ലാസ്സിലും അത്യാവശ്യം നന്നായിട്ട് പെട്ടെന്ന് കേൾക്കും. അപ്പൊ അത് പിന്നെ സെക്ഷൻ നമ്പർ വെച്ചാണ് ഞാൻ ലോ ഒക്കെ മെയിൻ ആയിട്ട് പഠിച്ചത്. അപ്പോൾ സെക്ഷൻ നമ്പർ ആകുമ്പോൾ നമുക്ക് ഏ സെക്ഷൻ ഇന്ന പ്രൊവിഷൻസ് നല്ല രീതിയിൽ റിമെമ്പർ ചെയ്യാനായിട്ട് പറ്റുമോ. അപ്പൊ ആ ഒരു ഇതാണ് സഹായിച്ചത് മെയിൻ. സാധാരണ എല്ലാവരും ചോദിക്കാറുള്ള സെക്ഷൻ നമ്പർ പഠിക്കണോ കമ്പൽസറി ആണോ ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് അത് പഠിക്കണോ കമ്പൽസറി ആണോ എന്നുള്ള അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് സെക്ഷൻ നമ്പേഴ്സ് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ടോപ്പിക്സ് റിലേറ്റ് ചെയ്യാൻ പറ്റി. അത് പറ്റിയായിരുന്നു. അത് വെച്ചാൽ കണക്ട് ചെയ്ത് പോയത്. കണക്ഷൻ ആണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയത്. സോ ഹൗ ഡു യു ഡു ദാറ്റ് ഇൻ ഓഡിറ്റിംഗ്? ഓഡിറ്റിങ്ങിൽ നമുക്ക് കമ്പനി ഓഡിറ്റ് ആ ഒരു ഏരിയ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ചാപ്റ്ററിന്റെ ഓഡിറ്റ് ആൻഡ് ഓഡിറ്റ് ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അത് പോട്ടെ, അത് ലോയില്. എനിക്ക് ആ മനസ്സിലായി. ഒരു ഇപ്പൊ ഇത് എന്താണ് ലോയും ഓഡിറ്റും നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ലോയിലുള്ള സെക്ഷൻ നമ്പേഴ്സ് പോലെ തന്നെ ഇപ്പൊ ഓഡിറ്റിംഗിൽ എസ് എ പഠിക്കുമ്പോൾ അങ്ങനെ അവിടെ എന്തെങ്കിലും ഇതേപോലത്തെ കണക്ട് ചെയ്യുന്ന ട്രിക്സോ കാര്യങ്ങളോ നിങ്ങൾ ചെയ്തിരുന്നു? കൊണ്ടുവരായിരുന്നു. അവിടെ ഞാൻ പറയുന്നു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അത് വെച്ചാണ് കണക്ട് ചെയ്ത് പോയിരുന്നത് അവിടെ. പിന്നെ ലോ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് വാസ്റ്റ് തിയറി ഇങ്ങനെ പോകുന്നതുകൊണ്ട് കുറെ കാണാതെ പഠിക്കേണ്ടി വന്നു. ആദ്യം കോൺസെപ്റ്റ് റഫായിട്ടൊന്ന് പഠിക്കും, എന്നിട്ട് അതിന്റെ ഡയഗ്രമാറ്റിക്കലി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ശ്രമിക്കും. ചില എസ് ചെയ്യാൻ പറ്റും, ചിലതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാറ്റഗറി ചില പറ്റാത്തതിനെ കാണാതെ പഠിക്കുമായിരുന്നു. ബാക്കിയുള്ളതൊക്കെ കണക്ട് ചെയ്ത് ആ ഒരു രീതിക്ക് അങ്ങ് പോകുമായിരുന്നു. ലോയും ഇത് ലോ ആയാലും അക്കൗണ്ട്സ് ആയാലും നമുക്ക് കണക്ട് ചെയ്ത് ഓടിച്ച് അങ്ങ് പഠിക്കും. അപ്പൊ ആ ഒരു ഇത് കണക്ഷനും കിട്ടും. കണക്ഷൻ കിട്ടുമ്പോൾ മെയിൻ കോൺസെപ്റ്റ് ആണ് മെയിൻ ആയിട്ട് റീകാൾ ചെയ്ത് പോകുന്നത്. ബാക്കി റൈറ്റിംഗ് വരുമ്പോൾ IT ലാംഗ്വേജ് വരാൻ വേണ്ടി അത് കാണാതെ പഠിക്കുമായിരുന്നു ഓഡിറ്റിംഗ്. നിങ്ങള് ഇപ്പൊ നിങ്ങളെ മാർക്ക് ലിസ്റ്റ് കണ്ടപ്പോഴും എനിക്ക് കുറച്ചുകൂടി ഫീൽ ചെയ്തത്, വേണ്ട എനിക്ക് ഫീൽ ചെയ്ത് അവിടെ നിൽക്കട്ടെ, വേ യു ലൈക്ക് സ്റ്റാർട്ടിങ് തൊട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ നല്ല സ്കോർ ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങളെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയതായിരുന്നോ, അതോ വാസ് ഇറ്റ് ലൈക്ക് എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളത്? എല്ലാ സബ്ജക്റ്റും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരുന്നു ആദ്യം മുതൽ എനിക്ക്. കാരണം ബോത്തായിരുന്നു ആദ്യം മുതൽ എയിം ചെയ്തിരുന്നത്. അപ്പം അപ്പൊ ഓരോ സബ്ജക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓരോ ചിലപ്പം അറ്റംപ്റ്റ് ചില സബ്ജക്റ്റ് ടഫ് ആയിരിക്കും, ചിലത് ചിലപ്പോൾ എളുപ്പമായിരിക്കും. അപ്പോൾ ഏതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ഒരേ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തും മോക്ക് ചെയ്തും പ്രിപ്പയർ ചെയ്തും നല്ല രീതിയിൽ പോയി. അപ്പോൾ എല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ കൊടുത്തിരുന്നത് സബ്ജക്റ്റിന്. ഐ ക്യാൻ ആക്ച്വലി ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ 196ഉം സെക്കൻഡ് ഗ്രൂപ്പിൽ 235 എന്ന് പറയുമ്പോഴും 235 കയറിയത് മെയിൻലി നിങ്ങൾ പറഞ്ഞ മാതിരി 55 ഒക്കെ എക്സ്പെക്ട് ചെയ്ത ഓഡിറ്റിംഗ് ആ ലീവ് കിട്ടിയപ്പോൾ 30 മാർക്സ് കൂടിപ്പോ അവിടെ കയറിയതാണ്. ഓക്കെ, ദാറ്റ് ഇസ് അമേസിങ്. ശ്രീജിത്തു, വാട്ട് വുഡ് ബി വൺ പെർട്ടിക്കുലർ തിങ് നിങ്ങളുടെ പ്രിപ്പറേഷന്റെ സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എഫക്റ്റീവ് ആയിട്ട് വർക്ക്ഔട്ട് ആയി എന്ന് തോന്നിയ ഒരു പെർട്ടിക്കുലർ തിങ്, യു കോൾ ഇറ്റ് പ്ലാൻ ഓർ സ്ട്രാറ്റജി ഓർ വാട്ട് എവർ, പ്ലസ് പ്ലസ് വാട്ട് വുഡ് ബി. ഞാൻ സാധാരണ ശ്രീജിത്ത് സക്സസ് സ്റ്റോറീസ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷേ നോട്ട് എവറി ടൈം വി ഗെറ്റ് എ റാങ്ക് ഹോൾഡർ. അപ്പൊ റാങ്ക് ഹോൾഡർ കിട്ടുമ്പോൾ മാക്സിമം നമ്മൾ ആ ടോപ്പത്തെ സാധനങ്ങൾ പിടിക്കാൻ നോക്കുകയാണ്, സോ ദാറ്റ് അതിന്റെ താഴത്തുകളൊക്കെ ഓട്ടോമാറ്റിക്കലി അതിൽ കവേർഡ് ആയി വരും എന്നുള്ള രീതിയിൽ. വാട്ട് വുഡ് ബി ദാറ്റ് പെർട്ടിക്കുലർ തിങ് നിങ്ങളുടെ പ്രിപ്പറേഷന്റെ സമയത്ത് നിങ്ങൾക്ക് അത്രയും എഫക്റ്റീവ് ആയി അത് വർക്ക്ഔട്ട് ആയി എന്ന് തോന്നിയ ഒരു സംഭവം? ആൻഡ് മൈ കണക്റ്റഡ് ക്വസ്റ്റ്യൻ, ഇഫ് അറ്റ് ഓൾ എന്തെങ്കിലും, വാട്ട് വുഡ് ബി വൺ പെർട്ടിക്കുലർ തിങ് യു ഫീൽ സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വരുത്തിക്കൊണ്ടിരിക്കുന്ന വൺ ഓഫ് ദി ബിഗസ്റ്റ് മിസ്റ്റേക്ക് വിച്ച് ദേ ഷുഡ് അവോയ്ഡ്? ആ, എന്റെ ഇത് കേസിൽ മെയിൻലി ഞാനൊരു തിയറി സബ്ജക്റ്റ് ഞാൻ പറയാം. തിയറി സബ്ജക്ട് പഠിക്കുമ്പോൾ ഇപ്പോൾ ലോ പഠിക്കുമ്പോൾ ഒരു 2-3 ദിവസം പ്രൊവിഷൻസ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ട് അടുത്തൊരു ദിവസം ഈ പഠിച്ച സാധനം റിവൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കും. ആദ്യം പഠിച്ചതിന് റിവൈസ് ചെയ്ത് അത് റിവൈസ് ചെയ്ത് അതിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത പ്രൊവിഷൻസിലോട്ട് പോകാറുണ്ടായിരുന്നു. സെയിം സ്ട്രാറ്റജി തന്നെ ഓഡിറ്റിംഗ് ഞാൻ ചെയ്തത്. കുറച്ച് എക്സൈ പഠിക്കും, അതിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും, അങ്ങനെ പോകും. പിന്നെ ആദ്യമേ സബ്ജക്ട് തുടങ്ങുന്ന മുമ്പ് നമുക്ക് സ്റ്റഡിയിൽ തുടങ്ങുന്ന മുമ്പ് ഒരു നല്ല രീതിയിൽ പ്ലാൻ ഉണ്ടാക്കി ഒരു 1 വീക്ക് 2 വീക്കിന് അടുപ്പിച്ചൊരു പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാനിൽ ഇന്ന സബ്ജക്ട് ഇന്ന ടോപ്പിക് ഇത്ര നേരം കൊണ്ട് കവർ ആവണം എന്നുള്ള ആ ഒരു എയിമിലാണ് പോയത്. ചില സമയത്ത് കവർ ആക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അത് അടുത്ത ടൈമും അപ്പുറത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിയും അങ്ങ് ചെയ്തു പോയത്. ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് എനിക്കായിട്ട് തോന്നിയിട്ടുള്ളത് മോക്കിന്റെ കാര്യത്തിലാണ്. കുറെ ആൾക്കാർ മോക്ക് സ്കിപ്പ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എം സി ക്യു ഓഡിറ്റിനൊക്കെ സംബന്ധിച്ച് MCQ സ്കോറിങ് ചെയ്യാൻ പറ്റുന്ന സംഭവം. നമുക്ക് ആയാലും MCQ അത്യാവശ്യം കോൺസെപ്റ്റ് അറിയാമെങ്കിൽ പെട്ടെന്ന് ആ പാരഗ്രാഫ് വായിച്ച് അതിൽ തന്നെ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താനും പറ്റും.
അപ്പൊ MCQ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും സ്കോർ ചെയ്യും. 30 എടുത്താൽ ബാക്കി ഒരു 20 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ബെറ്റർ ആയിരിക്കും. അന്ന് 50 മാർക്സ് കിട്ടും. അപ്പൊ MCQ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യണതാണ് ബെറ്റർ. പക്ഷെ എനിക്ക് വേറൊരു അബദ്ധം പറ്റിയത്, ഞാൻ മോക്കെല്ലാം ചെയ്യുന്ന സമയത്ത് MCQ ആയിരുന്നു ഫസ്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം MCQ ചെയ്യും, പിന്നെ ഡിസ്ക്രിപ്റ്റീവ് പോയിക്കൊണ്ടിരുന്നത് ടൈപ്പായിരുന്നു. അപ്പോഴേക്കും ഫസ്റ്റ് എക്സാം എനിക്ക് ഇതാണ് പറ്റിയത്. MCQ കുറച്ച് ടൈം കൂടുതലെടുത്ത്, അക്കൗണ്ട്സ് ടൈം കിട്ടിയില്ല. അവിടെ നിന്ന് സ്ട്രാറ്റജി മാറ്റി. ആദ്യം ഡിസ്ക്രിപ്റ്റീവിലേക്ക്, പിന്നെ അടുത്ത എക്സാം എല്ലാം ആദ്യം ഡിസ്ക്രിപ്റ്റീവ്. MCQ ബുക്ക്ലെറ്റ് വാങ്ങുന്നു, അപ്പുറത്തേക്ക് മാറ്റി വെക്കുന്നു. അത് തുടരില്ല. ആദ്യം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ MCQ ലാസ്റ്റ് തുടങ്ങൂ. ഡിസ്ക്രിപ്റ്റീവ് ആദ്യം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം കൂടുതലും ലോ ആയാലും ഓഡിറ്റ് ആയാലും അക്കൗണ്ട്സ് ആയാലും ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഈസി ആയിരിക്കും മറ്റു ക്വസ്റ്റ്യൻസ്. ആ ഒരു ഇതിൽ ആദ്യം സെലക്ട് ചെയ്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അടുത്ത ബാക്കി അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എഴുതി ലാസ്റ്റ് മാത്രമാണ് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ്. കൂടുതലും കമ്പൽസറി ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആണ് എഴുതിക്കൊണ്ടിരുന്നത്. ടാക്സിലാവട്ടെ, അക്കൗണ്ട്സിലാവട്ടെ, ബാക്കി സബ്ജക്ട്സിലൊക്കെയും കമ്പൽസറി ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആണ് എഴുതിക്കൊണ്ടിരുന്നത്. അതാകുമ്പോൾ ആ ഒരു അറിവുകൂടാത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് എങ്ങനെയും കഴിയാവുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം MCQലോട്ട് കയറും. MCQ അപ്പോഴേക്കും അത്യാവശ്യം നല്ല ടൈം കിട്ടും. സ്ക്രിപ്റ്റിൽ എഴുതി കുറച്ച് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് MCQ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസോടെ വരും. അപ്പൊ അത് MCQലായാലും ലാസ്റ്റ് പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും ഓരോ എഴുതി അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ബാക്കിയുള്ള എക്സാമിൽ ഇത്ര സ്കോർ ചെയ്യാനും പറ്റിയത്. MCQ നിങ്ങൾക്ക് ആ പാറ്റേൺ ഫീൽ ചെയ്തോ? ഡിസ്ക്രിപ്റ്റീവില് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പൊതുവേ ഈസിയാണ്, മേലേക്ക് പോകുമ്പോൾ ടെക്നിക്കൽ എന്നുള്ള സംഭവം, അതേ സംഭവങ്ങൾക്ക് MCQലും കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ സബ്ജക്റ്റിലും ഫീൽ ചെയ്തോ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഈസിയർ? എനിക്ക് ക്വസ്റ്റ്യൻ അവര് മാറ്റുമായിരുന്നു, റാൻഡം മാറ്റി. പക്ഷേ എനിക്ക് കിട്ടിയതിൽ ഇല്ല, അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത്യാവശ്യം എളുപ്പമുള്ളതായിരുന്നു. ഫസ്റ്റിനേക്കാളും ലാസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് എപ്പോഴും. അപ്പോൾ ഞാൻ അപ്പോഴേ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അത്രയും ടൈം ലാഭിക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ 2-3 പേജ് ഒക്കെ ആയിരിക്കും കേസ് സിനാരിയോ അങ്ങനെയൊക്കെ വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇപ്പം സിംഗിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നല്ലോ, ചെറിയ ക്വസ്റ്റ്യൻസ്. ആ ഒരു ഇതിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ ടൈമും സേവ് ചെയ്യാനൊക്കെ പറ്റും. ആ ഒരു ഇതാണ് അപ്രോച്ചാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. നമ്മൾ സാധാരണ ഈ വീഡിയോസിലൊക്കെ ഞാൻ പറയാറുള്ള സംഭവമാണ് ശ്രീജിത്ത്, അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ പറയാറുള്ള സംഭവമാണ്. അതായത് കുറേയൊക്കെ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ സാധാ ക്ലാസ്സിലോ ടെസ്റ്റ് സീരീസിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ, ഞാൻ ICAന്റെ പാറ്റേൺ എന്നല്ലല്ലോ പറയുന്നത്, ജനറലി പറയാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ, 100 മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇനീഷ്യലി തപ്പി പിടിച്ച എല്ലാ ടെക്നിക്കൽ സാധനങ്ങളും കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ കുറച്ചൊക്കെ നമ്മളും കുറച്ച് എക്സോസ്റ്റഡ് ആവും. സോ കുത്തി കൊള്ളിച്ചിട്ട് 100 മാർക്ക് തികയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ഇവിടുന്ന് ഇടും. അപ്പോഴേക്കും ചിലപ്പോൾ നമ്മളെ മൈൻഡ് ഒന്ന് ആദ്യം, ഓ ഇത്രയും പ്രഷറുള്ള സാധനങ്ങൾ ഇട്ടല്ലോ, ഇനി കുറച്ച് ഒന്ന് കാമാക്കാന്ന രീതിയിൽ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടാവും. സോ പൊതുവെ ആ പാറ്റേൺ വുഡ് ബി ഇനിഷ്യലി ടെക്നിക്കൽ, ലാസ്റ്റ് ആകുമ്പോൾ ഈസിയർ. മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് വർക്ക്സ്. സ്റ്റുഡൻസ് നേരെ റിവേഴ്സ് ഓർഡറിൽ താഴ്ന്ന മേലേക്ക് പോയി കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവാറുണ്ട്. നിങ്ങളിപ്പോ പറഞ്ഞപ്പോ ഐ ക്യാൻ കണക്ട് അപ്പൊ ദാറ്റ്. എനിക്കത് വർക്കൗട്ടായി. ആൻഡ് ആ ഒരു പെർട്ടിക്കുലർ തിങ്ങിൽ ദാറ്റ് ഇസ് വൺ അഗെയിൻ, അതായത് ഇത് ഈ കാര്യങ്ങളൊക്കെ എത്ര നേരത്തെ റിയലൈസ് ചെയ്യണം അത്രയും ബെറ്റർ ആണ് ശ്രീജിത്ത്. ചില സ്റ്റുഡൻസിനൊക്കെ റിയലൈസേഷൻ വരിക, ഇപ്പൊ നമ്മൾ ഫാക്കൾട്ടി ഒക്കെ പറയും ഭയങ്കര സംഭവം ഒന്നല്ല CA. ഈ സംഭവമാണ്, പക്ഷേ ക്ലിയർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മൾ പറയുമ്പോൾ ചില സ്റ്റുഡൻസിനൊക്കെ റിയലൈസേഷൻ വരിക 1, 2, 3 അറ്റംപ്റ്റ് ഒക്കെ എഴുതിയിട്ടായിരിക്കും. ചിലർക്ക് അത് വളരെ നേരത്തെ വരും. സോ ഇൻ യുവർ കേസ് യു ആർ എക്സ്ട്രീംലി ബ്രൈറ്റ് ഇനഫ്. ഓക്കെ, ആ ഒരു പാറ്റേൺ അക്കൗണ്ട്സിൽ എനിക്ക് ഒരു സംഭവം മിസ്റ്റേക്ക് പറ്റി, അത് പെട്ടെന്ന് തന്നെ അടുത്ത സബ്ജക്റ്റിൽ തന്നെയും ബാക്കി സബ്ജക്ട്സ് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ ദാറ്റ് വാസ് എ വെരി ഗുഡ് തിങ്. സെയിം വേ നിങ്ങൾ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ വാട്ട് വാസ് യുവർ ഇനീഷ്യൽ റിയാക്ഷൻ? വാസ് ഇറ്റ് ലൈക്ക് നിങ്ങൾ കുറെ, ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴാണ് മോക്ക് ടെസ്റ്റ് ചെയ്തത്? സ്റ്റഡീസിന്റെ കൂടെ തന്നെ ചെയ്തതാണോ അതോ ലാസ്റ്റ് റിവിഷന്റെ ടൈമിലാണോ? ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, മോക്ക് ടെസ്റ്റ് എഴുതാൻ നിൽക്കുമ്പോഴുള്ള നമ്മളൊരു നോർമൽ ഒരു സ്റ്റുഡന്റിന്റെ എക്സ്പെക്ടേഷൻ, ഞാൻ കുറെ പഠിച്ചു ഇനി എനിക്കത് എഴുതാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അപ്പോ ദ റിയാക്ഷൻ വാസ് നിങ്ങൾ പഠിച്ചതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ട്, അങ്ങനെയാണോ? അതോ കംപ്ലീറ്റ്ലി ഷോക്കിംഗ് ആയിട്ടുള്ള പെട്ടെന്ന് ബ്ലാങ്ക് ആവുന്ന ടൈപ്പ് ഒരു സിറ്റുവേഷൻ ആണോ? വാട്ട് വാസ് യുവർ ഇനീഷ്യൽ റിയാക്ഷൻ ടു മോക്ക് ടെസ്റ്റ്? ഞാൻ ആദ്യം മോക്ക് ടെസ്റ്റ് സ്റ്റഡീസിന്റെ ഇടയിൽ തന്നെ എഴുതി പോയിക്കൊണ്ടിരുന്നു. അപ്പം അക്കൗണ്ട്സ് ആയാലും കുറച്ച് പഠിപ്പിക്കുമ്പോൾ അടുത്തൊരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും. പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. നമുക്കറിയാം, ഞാൻ കോൺസെൻട്രേറ്റ് അറിയാന്നുള്ള കാര്യം നല്ല രീതിയിൽ എഴുതുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പം കവർ ചെയ്യാൻ പറ്റാത്തതിന് ഓർത്ത് വിഷമിക്കാറില്ല. അപ്പം അറിയാന്നുള്ള ടോപ്പിക്കിന് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം എന്നുള്ളതാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മോക്ക് എഴുതുമ്പോഴായാലും ഞാൻ പറ്റാത്ത പറയില്ല, ഓഡിറ്റിംഗ് എനിക്കറിയാന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഓഡിറ്റിങ്ങിന്റെ മോക്ക് എഴുതിയപ്പോഴും ആദ്യം അറിയാന്നുള്ള മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പൊ അതിൽ വെച്ച് നോക്കുമ്പോഴാണ്, അത് വെച്ച് പറഞ്ഞാണ് 55 മാർക്സ് ആ ഒരു മാർക്സ് കാറ്റഗറിയിൽ എനിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു.
ആ ഒരു ഇതാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം മോക്ക് ഇമ്പോർട്ടന്റ് ആ എങ്ങനെ വന്നാലും ഏത് സബ്ജക്റ്റിലായാലും അത് സ്റ്റഡീസിന്റെ ഇടയിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബെറ്റർ ആണ്. ഞാൻ എന്റെ കേസിൽ ക്ലാസ് ഒക്കെ November 15 മുമ്പേ തീർന്നിരുന്നു. ലാസ്റ്റ് 1.5 months എന്നതാണ് സ്റ്റഡി ലീവ് കിട്ടുന്നത്. അപ്പം മെജോറിറ്റി സബ്ജക്റ്റിന്റെ പോർഷൻസും ഓൾറെഡി കവർ ആയിരുന്നു. ഞാൻ ഡെയിലി പഠിക്കുമായിരുന്നു. ഒരു 4 to 5 hours ഡെയിലി ഇരുന്ന് പഠിക്കുകയും ചെയ്യുമായിരുന്നു ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട്. അപ്പൊ അതുകൊണ്ട് ടോപ്പിക്സ് ഒക്കെ കവറായി. അപ്പോൾ ഇനി കൂടുതലും ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്തിട്ട് ബാക്കി റിവിഷൻസിലോട്ടും മോക്കിലോട്ടുമാണ് പിന്നെ കോൺസെൻട്രേറ്റ്. അങ്ങനെയാണ് എനിക്ക് കൂടുതലും ഒരു 5 attempts ഒക്കെ എല്ലാ സബ്ജക്റ്റിന്റെയും മോക്ക് ടെസ്റ്റ് ചെയ്താനായിട്ട് പറ്റിയത്. നിങ്ങള് ഓരോ സബ്ജക്റ്റിന്റെയും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങളൊന്ന് ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ, ലൈക്ക് അക്കൗണ്ട്സിൽ നിങ്ങൾ ഫേസ് ചെയ്ത പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്തു, ടാക്സിൽ ഫേസ് ചെയ്ത പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്തു, ലോയിൽ, ഓഡിറ്റിൽ, അങ്ങനെ അത് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഹൗ വാസ് യുവർ ഓവറോൾ സ്റ്റഡി പ്ലാൻ, ലൈക്ക് പ്രിപ്പറേഷൻ നിങ്ങൾ എത്ര ടൈം മാറ്റി വെച്ചിരുന്നു, റിവിഷൻ എത്ര ടൈം മാറ്റി വെച്ചിരുന്നു, എത്ര നമ്പർ ഓഫ് ടൈംസ് നിങ്ങൾ റിവിഷൻ നമ്പർ ഓഫ് ടൈംസ് നിങ്ങൾ എത്ര പ്ലാൻ ചെയ്തിരുന്നു, അതെങ്ങനെയൊക്കെ വർക്ക്ഔട്ട് ആയി എന്നുള്ളത് ഷെയർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആവും. ആ ഒരു സബ്ജക്റ്റീവ് സ്ട്രാറ്റജി പറഞ്ഞ് ഞാൻ അക്കൗണ്ടിന് ഒരു കോൺസെപ്റ്റ് ബുക്ക് തയ്യാറാക്കിയിരുന്നു. അപ്പം ഓരോ എസിന്റെ ഇതിലായാലും അല്ലെങ്കിൽ ബോർഡ് അഡ്ജസ്റ്റ്മെന്റ്സ് അങ്ങനെ അത് ചെയ്തിരുന്നു. അത് ലാസ്റ്റ് ഡേ റിവിഷനെ മെയിൻ ഫോക്കസ് ചെയ്താണ് അത് ചെയ്തിരുന്നത്. നമുക്ക് പെട്ടെന്ന് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി. പിന്നെ അമാൽഗമേഷൻ, കൺസോളിഡേഷൻ അങ്ങനത്തെ വലിയ ടോപ്പിക്സിനെ ഒരു സ്റ്റോറി മോഡിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിൽ എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് വരും, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, ഓരോ അഡ്ജസ്റ്റ്മെന്റ് ആ ബുക്കിൽ ആഡ് ചെയ്തുകൊണ്ട് ഇരുന്നു ഓരോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. പിന്നെ കൂടുതലും അക്കൗണ്ട്സിലായാലും എസ് ഫുള്ളും കവർ ആയിരുന്നു. എസ് കവർ ആയിരുന്നു. ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്ന ടോപ്പിക്സ് ആണ് കുറച്ച് ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്ത ടോപ്പിക്. പിന്നെ ബാക്കി വെയിറ്റേജ് അനുസരിച്ചാണ് ബാക്കി ടോപ്പിക്സും കവർ ആയി. ഇന്ത്യയുടെ ബാക്കി അതേപോലെ ടോപ്പിക് ആ എസ് ഫുള്ളും കവർ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് ഈ കോൺസെപ്റ്റ് ബുക്കാണ് ലാസ്റ്റ് ഡേ ആയാലും ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചത് മെയിൻ കാര്യം. ആ ഒരു പ്രോസസ്സ് മനസ്സിലാക്കിയിട്ട്. പിന്നെ അടുത്ത് കോർപ്പറേറ്റ് ലോയിൽ വന്നു കഴിഞ്ഞാൽ സെക്ഷൻ നമ്പേഴ്സ് ആണ് ഇന്ന് ഈ ഏറ്റവും കൂടുതൽ കോൺസെപ്റ്റ് ചെയ്തത്. ബുക്ക് നിങ്ങൾ സ്വയം ഒരു കോൺസെപ്റ്റ് ബുക്ക് ഡെവലപ്പ് ചെയ്തു, അതിന്റെ സ്റ്റോറീസിന്റെ ബേസിൽ പഠിച്ചു എന്ന് പറയുമ്പോഴും വിത്തൗട്ട് എനി ബേസ് ഇൻ എസ്, എങ്ങനെ ആ ഒരു സംഭവം, കാരണം പൊതുവെ സ്റ്റുഡൻസ് എസിലൊക്കെ ഒരു ഭയങ്കര ഇഷ്യൂ ഫേസ് ചെയ്യുന്നതാണ്, നിങ്ങൾ എങ്ങനെ ആ സംഭവം ബിൽഡ് ചെയ്തെടുത്തു? ക്ലാസ്സിൽ സാർ പഠിപ്പിക്കുമ്പോൾ ഫാക്കൽറ്റി പഠിപ്പിക്കുമ്പോൾ ഇതേ രീതിക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഫാക്കൽറ്റിയും പറയുമായിരുന്നു നിങ്ങൾ ഇങ്ങനത്തെ ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ ബെനിഫിറ്റ് ആയിരിക്കും. സാർ ക്ലാസ്സിൽ ഇതെല്ലാം പറയുന്നത് നമുക്ക് ഈ ഒരു എസിനെ കുറിച്ച് എല്ലാ ഒരു രീതി കവർ ചെയ്യുന്ന രീതിക്ക് പറഞ്ഞിട്ട് ആ ഒരു ബേസിലാണ് ഞാൻ എന്റേതായ രീതിക്ക് പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, മോസ്റ്റ്ലി ഒരുപാട് നൈസ്. സ്റ്റുഡൻസ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു ക്ലാസ്സിൽ. ഓക്കെ, നൈസ്. ഓക്കെ, ക്യാരി ഓൺ. പിന്നെ അടുത്ത അതുപോലെ സബ്ജക്ട് ലെവല്. ആ, യാ. കോർപ്പറേറ്റ് ലോയെ സംബന്ധിച്ച് സെക്ഷൻ നമ്പേഴ്സിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഞാൻ അതർ ലോസിന്റെ ഇതിൽ സെക്ഷൻ നമ്പേഴ്സ് പഠിച്ചിട്ടില്ല. ഞാൻ പിന്നെ കമ്പനി ലോസിലാണ് സെക്ഷൻ നമ്പേഴ്സ് എല്ലാം പഠിച്ച് എല്ലാ ചാപ്റ്റേഴ്സും കവർ ആക്കിയത്. പിന്നെ ലോയെ സംബന്ധിച്ച് ഞാൻ അവിടെയും എടുത്ത സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പഠിച്ചു തുടങ്ങിയപ്പോൾ ചെറിയ ചാപ്റ്റേഴ്സ് ആണ് ആദ്യം ഫോക്കസ് ചെയ്തത്. ചാർജസ് അങ്ങനത്തെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ലൈക്ക് വലിയ വലിയ എക്സാമ്പിൾസ്, ചാപ്റ്റേഴ്സ് ചെറിയ ചെറിയ മാനേജ്മെന്റ്, ചാപ്റ്റേഴ്സ്, ലൈക്ക് എക്സാമ്പിൾസ്, ചാർജസ്, പിന്നെ ചാർജസ്, ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ്. എനിക്കത് കുറച്ച് എളുപ്പമായിട്ടാണ് തോന്നിയത്. ഓഡിറ്റ് ഓക്കെ, പിന്നെ അതിനുശേഷം ലാസ്റ്റ് ആണ് ഇവിടെ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഓക്കെ, അപ്പൊ ആ ഒരു ഇതിലാണ് പോയത്. അവിടെയും ചെറുതിൽ തുടങ്ങി കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ആ ഒരു ഇതിൽ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എത്തിച്ചു. പിന്നെ അതർ ലോസിൽ വന്ന സമയത്ത് എനിക്ക് LLP കഴിഞ്ഞ വർഷം ഫൗണ്ടേഷൻ എല്ലാം പഠിച്ചതിന്റെ ഒരു ചെറിയൊരു ബേസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറെ കാര്യമൊക്കെ കണക്ട് ചെയ്യാനായിട്ട് അവിടെ പറ്റി. പിന്നെ ബാക്കി കുറച്ച് അഡിഷണൽ ടോപ്പിക്സ് കവറായി. ജനറൽ ക്ലോസും കുഴപ്പമില്ലാതെ നമുക്ക് കുറച്ച് കാണാൻ പഠിക്കേണ്ടി വന്നു. ഇന്റർപ്രിട്ടേഷൻ ആണ് എനിക്ക് കൂടുതലും ലോയിൽ പാടായിട്ട് വന്നൊരു ടോപ്പിക്. അത് കാണാതെ കുറെ പറ്റുന്നത് അത്രയും പഠിച്ചു. ഫുള്ള് കവർ ആക്കിയില്ല. ഫുള്ള് കവർ ആക്കാത്ത ഒരേ ഒരു ഇത് ഇന്റർപ്രിട്ടേഷൻ ചാപ്റ്റർ ആണ്. പിന്നെ ലാസ്റ്റ് ഫെമയിൽ വന്നപ്പോഴും എല്ലാ ടോപ്പിക്സും കവറായി. മെയിൻലി ഞാൻ അതിൽ ഫെമയില് ഡയഗ്രാം വരച്ച് അങ്ങനത്തെ രീതിക്കാണ് പഠിച്ചു പോയത്. ലോയില് കൂടുതലും ഡയഗ്രാംസ് തന്നെയാണ്. ചാർട്ട് വരയ്ക്കുന്നു, കമ്പനി എക്സാമ്പിൾസ് ആ ഒരു ഇത് വെച്ച് പ്രിപ്പയർ ചെയ്യുന്നത്. നോട്ട് ബുക്കിലും ഞാൻ എന്റെ നോട്ട് ബുക്കിലായാലും ഞാൻ ഡയഗ്രാമാണ് കൂടുതൽ. ആൻസർ ചെയ്തതിനേക്കാൾ ഡയഗ്രാംസ് ആണ് ഞാൻ കൂടുതൽ വരയ്ക്കുകയും ചെയ്യും പെട്ടെന്ന് റിവൈസ് ചെയ്തെടുക്കാൻ. പിന്നെ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്തിരുന്നു. ആ ഒരു പാറ്റേൺ എങ്ങനെ എഴുതണം, ആൻസേഴ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം, ആ ഒരു ഇതും കീപ്പ് ചെയ്ത് വെച്ചിരുന്നു. ആ ഒരു മൈൻഡിൽ എഴുതിയാൽ മതി.
പിന്നെ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് കിട്ടും. കാരണം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ കോൺസെപ്റ്റ് ഇങ്ങനെയും ഒരു രീതിക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ചില സമയത്ത്. അപ്പൊ ആ ഒരു ഇതും പോയിട്ടുണ്ട്. ടാക്സേഷൻ അടുത്ത സബ്ജക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഡി ടി ആയാലും ഐ ഡി ടി ആയാലും ഈ ഡി ടി വളരെ വാസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ പഠിച്ച് പഠിച്ച് വരുമ്പോൾ കുറേയൊക്കെ മറന്നു പോകാനും ചാൻസ് ഉണ്ട്. കാരണം കുറെ നമ്പേഴ്സും അങ്ങനത്തെ ഇതൊക്കെ. അപ്പൊ എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻ പേപ്പർ മോക്ക് ചെയ്തപ്പോഴായാലും ഡി ടി ആദ്യം ചെയ്താൽ പണി കിട്ടും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എക്സാമിന് ആദ്യം ഡി ടി എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പാടായിരുന്നു, കമ്പൽസറി ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യമേ ഐ ഡി ടിയിലാണ് ഫോക്കസ് ചെയ്തത്. ഐ ഡി ടിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നും വന്നു അവിടുത്തെ കമ്പൽസറി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. പിന്നെ അതിനുശേഷം ഡി ടിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് കുറച്ച് എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ക്വസ്റ്റ്യനെക്കാളും. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ വരുന്നത്. സെറ്റ് ഓഫ് ആയാലും ക്ലബിംഗ് ആയാലും. പിന്നെ ടി ഡി എസ് ഞാൻ നോക്കിയിട്ടുള്ള മിക്ക ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക്കാണ്. പക്ഷെ അത് വെച്ച് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് വേറെ പ്രത്യേകത. കാരണം അത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് 4 മാർക്ക് 8 മാർക്കിനായിട്ട് അവർ ചോദിക്കും. അപ്പൊ അതൊന്നും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് സ്കോർ ചെയ്യാം. ചിലപ്പോൾ മറ്റതിൽ കിട്ടിയില്ലെങ്കിൽ ഇത് വെച്ചായാലും നമുക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിലാണ് അത് സ്കിപ്പ് ചെയ്യാതെ പഠിച്ചത്. അപ്പൊ ആ ഒരു ഇത് വെച്ച് എനിക്കും ഡി ടിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൽസറി ക്വസ്റ്റ്യൻ ഫുള്ളും ചെയ്തിരിക്കാൻ പറ്റില്ല. പകുതി എന്തോ ചെയ്തു, അത് കുറച്ചൊന്നും അറിയത്തില്ല. ബാക്കി കൺഫ്യൂഷൻ ആയിരുന്നു കുറച്ച് കാര്യങ്ങൾ. അപ്പോഴും ഡി ടിയിൽ കുറച്ച് മാർക്ക് ചെയ്യാൻ സഹായിച്ച ഈ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. അതാണ് ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യാതെ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ പോസ്റ്റിലാകട്ടെ ഒരു നേരത്തെ മിനിറ്റ്, അക്കൗണ്ട്സ് ചെയ്ത അതേ കോസ്റ്റിംഗ് അവിടെ കാര്യം. നോക്കട്ടെ. നിങ്ങൾ ഡീറ്റെയിൽ അത് സ്കിപ്പ് ചെയ്ത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ജസ്റ്റ് ഒരു സംഭവം ചോദിക്കുകയാണ്. നിങ്ങൾ യു ഹാവ് ഡൺ മൾട്ടിപ്പിൾ മോക്ക് ടെസ്റ്റ്, പക്ഷേ പഠിച്ചപ്പോൾ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നോ ലൈക്ക് ഇത്ര ഈ ടോപ്പിക്സ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ഏരിയാസ് പക്കയാക്കുക എന്നിട്ട് അതിന് മോക്ക് ടെസ്റ്റ് പ്ലാൻ ചെയ്യുക? ബിക്കോസ് സാധാരണ ഇപ്പൊ നമുക്കൊരു ഡയലമ വരില്ല എന്താ വെച്ചാൽ റിവിഷനോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുക. ബട്ട് ഇൻ യുവർ കേസ് യു ആർ ലൈക്ക് നിങ്ങൾ ടി ഡി എസിന്റെ പോർഷൻസ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് മീൻസ് ഹൗ ഡിഡ് യു പ്ലാൻ ദിസ്? എല്ലാ സബ്ജക്റ്റിനും ഇങ്ങനെ ചെയ്തിരുന്നോ? കുറച്ച് ഏരിയസ് സ്കിപ്പ് ചെയ്യാൻ പോവാണ്, ബാക്കിയുള്ളത് നല്ല വൃത്തിക്ക് പഠിക്കാണ്? ഇനി ഞാൻ ആദ്യമേ സിലബസ് മൊത്തം കവർ ആക്കിയിരുന്നു. അപ്പോൾ നമ്മളിപ്പോ ഓരോ ഹെഡ്സ് പഠിക്കുമ്പോഴായാലും നമുക്ക് അതിന്റെ ഒരു വർക്ക് ബുക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പോകുമ്പോൾ തന്നെ ജനറൽ ഐഡിയ കിട്ടും ഇവിടുന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ മെയിൻലി ചില ക്വസ്റ്റ്യൻസ് എടുത്താലും ഒരു 60-70% പ്രീവിയസ് അറ്റംപ്റ്റ്സിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ സെയിം ആയിരിക്കും. ബാക്കി ഒരു ന്യൂ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കുറച്ചൊക്കെ നമുക്ക് അറിയാതായിട്ട് വരുള്ളൂ. അപ്പൊ അത്രയും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതിന് സ്റ്റെപ്പ് മാർക്ക് കിട്ടുമെന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് മാർക്കിലാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന മെയിൻ കാര്യം ഡി ടി. അതാണ് കിട്ടിയതാണെന്ന് തോന്നുന്നു. കറക്റ്റ് ആയിട്ട് പൊസിഷൻസും പിന്നെ അതിലും സെക്ഷൻ നമ്പേഴ്സ് കാണാൻ പഠിച്ചത്. അതും പഠിച്ചു. സെക്ഷൻ നമ്പേഴ്സ് പഠിച്ചതും വളരെ helpful ആയിരുന്നു. പഠിച്ചു പഠിച്ചു. ഓക്കെ. അതാണ് മെയിൻ ആയിട്ട് ഹെൽപ്ഫുൾ. ഐ ഡി ഇതൊക്കെ ടിയിലാണ് പറയുമ്പോഴും അഗെയിൻ കുറച്ച് ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് ഞാൻ ഇന്ററപ്റ്റ് ചെയ്യണം ശ്രീജിത്ത്, സോറി. ഓഡിയൻസിനോട് സെക്ഷൻ നമ്പേഴ്സ് കമ്പൽസറി അല്ല. ഫ്രം ശ്രീജിത്ത് പെർസ്പെക്റ്റീവ്, ഫ്രം ഹിസ് പോയിന്റ് ഓഫ് വ്യൂ, ആള് തിയറിയിൽ സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ഹി വാസ് ലൈക്ക് അത് ഇറ്റ് ഹെൽപ് ഹിം ഇൻ കണക്ടിങ് സെക്ഷൻ നമ്പേഴ്സ് വെച്ചിട്ട് ടോപ്പിക് കണക്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അതർവൈസ് ഞാൻ പറയാൻ കാരണം ശ്രീജിത്ത് ഭൂരിഭാഗം സ്റ്റുഡൻസിനും സെക്ഷൻ നമ്പേഴ്സ് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് അത് എഫേർട്ട് ഇട്ട് ടൈം സ്പെൻഡ് ചെയ്ത് കമ്പയർ ടു പ്രൊവിഷൻസ് വീക്ക് ആണ് സെക്ഷൻ നമ്പർ പഠിക്കാൻ വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. സോ കീപ് ഇൻ മൈൻഡ് സെക്ഷൻ നമ്പേഴ്സ് കമ്പൽസറി അല്ല. സി എ ഇന്റർമീഡിയറ്റ് സ്റ്റേജിലും നമ്മൾ പ്രൊവിഷൻ പക്കയാണെന്ന് ഉറപ്പ് വരുത്തുക. ബട്ട് യെസ്, നിങ്ങൾക്ക് സെക്ഷൻ നമ്പേഴ്സ് അറിയാമെങ്കിൽ ദാറ്റ് ഇസ് എൻ ആഡഡ് ഇംപ്രഷൻ. എൻറ്റയർ ലോട്ട് ഓഫ് എക്സാം അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ പേപ്പർ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ ഒരു ആഡഡ് ഇംപ്രഷൻ ഉണ്ടാവും, അത്ര മാത്രം. ബട്ട് റോങ് സെക്ഷൻ കോട്ട് ചെയ്യാൻ പാടില്ല, ഡേഞ്ചറസ് ആണ്. യെസ്, ക്യാരി ഓൺ ശ്രീജിത്ത്. അപ്പൊ അടുത്ത പോസ്റ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലും ഇതേപോലെ ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്തിരുന്നു, അഡ്ജസ്റ്റ്മെന്റ് ബുക്ക്. പോസ്റ്റിംഗിലായിട്ട് അതിൽ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ് അതിൽ ആദ്യം ഫോക്കസ് ചെയ്തത്. എല്ലാത്തിലും ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ് ഫോക്കസ് ചെയ്യും. അപ്പൊ അതില് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിൽ പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം പോസ്റ്റിംഗിൽ. പോസ്റ്റിംഗ് സബ്ജക്റ്റുകൾ കുറെ വ്യത്യാസമായിട്ട് വരും ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓരോ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഓരോ പാറ്റേണിൽ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് പഠിപ്പിച്ചായിട്ട് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരുന്നു. ഐ സി എ മെറ്റീരിയൽ ചില ക്വസ്റ്റ്യൻസ് വേറെ രീതിക്കാണ് ചെയ്തത്. പക്ഷെ നമുക്ക് ഫാക്കൽറ്റി പറയുന്നത് ഈ രീതിയിൽ ചെയ്താണ് കുറച്ചുകൂടെ ബെറ്റർ, അതിനേക്കാളും ഇതാണ് ബെറ്റർ. പക്ഷെ രണ്ട് രീതിയിൽ ചെയ്താലും മാർക്ക്. അപ്പൊ അതിനനുസരിച്ച് ഏതാണോ ചെയ്യുന്നത് എളുപ്പം അത് കണക്ട് ചെയ്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ചെയ്തത്. കൂടുതലും മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തു പോസ്റ്റിംഗിൽ. അതിൽ അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. പിന്നെ ഓഡിറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് എല്ലാ ഇതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നില്ല, എന്നാലും
റിവൈസ് ചെയ്താണ് പോയത്. 4 ദിവസം ഗ്യാപ്പിൽ അടുത്ത് റിവൈസ് ചെയ്തു, അത് റിവൈസ് ചെയ്തും പോയി. പിന്നെ ഐ മെറ്റീരിയൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റും. ലോയിലാവട്ടെ, ഏതും നമ്മളെ ഓഡിറ്റിംഗിലായാലും മെറ്റീരിയൽ നല്ല രീതിയിൽ കവർ ചെയ്യും. രണ്ട് ഇതിലും മെറ്റീരിയലും ഫാക്കൽറ്റി മെറ്റീരിയലും വെച്ചാണ് പഠിച്ചു പോയത്. എഫ് എം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ടഫാണ് പൊതുവെ. എനിക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് കുറച്ച് ടഫായിരുന്നു. പിന്നെ എക്സാമിലും ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ വരുമ്പം കുറച്ച് ടഫായിട്ടാണ് തോന്നിയത്. കാരണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരുപാടുണ്ട് ചാപ്റ്റേഴ്സ്. പിന്നെ ഏറ്റവും കൂടുതൽ എക്സാമിന് ഹെൽപ്പ് ചെയ്തത് തന്നെയാണ്, എക്സാമിനെക്കാളിലും. കാരണം കുറെ ടോപ്പിക്സ് നമ്മൾ പഠിച്ചതെന്നും പിന്നെ കുറെ മോക്ക് ചെയ്തതെന്നും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതേ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആയാലും പിന്നെ കമ്പാരിറ്റീവ്ലി അത്ര പാടല്ലായിരുന്നു, എന്നാലും അത്യാവശ്യം എഴുതാൻ പറ്റി. ആണ് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റിയത് ആ പേപ്പർ നമ്പർ 6. കണക്ട് ചെയ്യാൻ പറ്റുന്ന തിയറീസ് നിങ്ങൾക്ക് യു പെർഫോംഡ് വെൽ, നിങ്ങൾക്ക് അത് ബെറ്റർ ആയിരുന്നു എന്ന് ഫീൽ ചെയ്തു. എന്നാൽ ഒരു സ്പ്രെഡായി കിടക്കുന്ന കുറെ സ്ട്രാറ്റജീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്ന ലൈക്ക് ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ എസ് അവിടെ നിങ്ങൾക്ക് അത്ര കംഫർട്ടബിൾ അല്ല എന്നുള്ളത് അല്ലേ? അല്ല അല്ല അല്ലായിരുന്നു. ഓക്കെ, കണക്ഷൻ ആകുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ഇതൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. മനസ്സിലായി. കൂടുതൽ അറിയാന്നുള്ള interest, ആ ഒരു മനസ്സിലായി. വാട്ട് വുഡ് ബി ദ ഫസ്റ്റ് തിങ് യു വുഡ് ഡു ശ്രീജിത്ത്? നിങ്ങളെ കയ്യിൽ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ ഉടനെ ഫസ്റ്റ് തിങ് നിങ്ങൾ എന്താ ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ക്വസ്റ്റ്യൻ ബാക്ക് ചെയ്ത് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുകയായിരുന്നു. അത് 15 മിനിറ്റ്സിൽ ഒരിക്കലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ല. കാരണം അത് എന്തായാലും കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണമെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും ചെയ്യണം. അപ്പൊ പിന്നെ ടൈം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാക്കി റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഫോക്കസ് ചെയ്തിട്ട് ആദ്യം സ്കിപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ആദ്യം കണ്ടുപിടിക്കും. ഏതൊക്കെ സ്കിപ്പ് ചെയ്യാം, ഏതൊക്കെ ആദ്യം അറ്റൻഡ് ചെയ്യണം, അത് എങ്ങനെ ടൈം അറ്റൻഡ് ചെയ്യണം സഫീഷ്യന്റ് ആയിരുന്നോ? എന്നുള്ളതാണ് 15 മിനിറ്റ് സ്കൂൾ ക്വസ്റ്റ്യൻ. ഓഫ് ടൈം വാസ് സഫീഷ്യന്റ് ഫുൾ പേപ്പേഴ്സ് മറിച്ച് നോക്കി ഏത് സ്കിപ്പ് ചെയ്യണം തീരുമാനിക്കാൻ? സഫീഷ്യന്റ് ആണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ പേപ്പറിന് ഡിഫറെന്റ് ആയിരുന്നു. പ്രാക്ടിക്കൽ പേപ്പേഴ്സ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കുഴപ്പമില്ലായിരുന്നു. തിയറിയെ സംബന്ധിച്ച് കുറച്ച് ടൈം വേണം, കാരണം വായിച്ച് എടുത്ത് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ബാക്കി കാരണം നമുക്ക് എക്സാം ഫോം ഫില്ല് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് ടൈം ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം അത്ര ടൈം ഇല്ല, എന്നാലും മാക്സിമം ഞാൻ ചെയ്തു. ആ 15 മിനിറ്റ്സിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചെയ്ത കാര്യം. അതേപോലെ നിങ്ങൾ എം സി ക്യൂനെ പറ്റി പറഞ്ഞപ്പോഴും ലൈക്ക് യു സെഡ് ഈ പ്രാക്ടിക്കൽസിലെ എം സി ക്യൂ ആണ് പൊതുവേ സ്റ്റുഡൻസ് കുറച്ച് ടൈം സ്പെൻഡ് ആവുന്നത്. തിയറിയിലുള്ള എം സി ക്യൂ വാസ് സ്റ്റിൽ ഫൈൻ. പ്രാക്ടിക്കലിൽ നമ്മൾ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ സ്റ്റെപ്സിന്റെ കറക്റ്റ് ആയാലും അതിന്റെ മാർക്ക് കിട്ടുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് എം സി ക്യൂല് കിട്ടുന്നില്ല. ഫൈനൽ ആൻസർ കറക്റ്റ് ആയാലും മാർക്ക് കിട്ടുന്നുള്ളൂ. ആ ഒരു പ്രോബ്ലങ്ങൾ എങ്ങനെ സോൾവ് ചെയ്ത്? ഞാൻ എങ്ങനെ ചെയ്തു ചോദിച്ചാൽ സാധാരണ രീതിയിൽ തന്നെയാണ്. ക്വസ്റ്റ്യന്റെ ബാക്കിൽ സ്ഥലമുണ്ടല്ലോ, അപ്പൊ അവിടെ ഇതേ പഠിപ്പിച്ച അതേ സ്റ്റെപ്പ് കറക്റ്റ് രീതിക്ക് എഴുതി വെക്കും. എനിക്ക് ഇടയ്ക്ക് തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്. കോസ്റ്റിങ്ങിന്റെ ഇത് ചെയ്ത സമയത്തും ഒരു സ്റ്റെപ്പ് തെറ്റിപ്പോയി MCQന്റെ ഇതില്. അപ്പൊ ഞാൻ നോക്കിയപ്പോ അത് എനിക്ക് ശരിയാവാൻ കാരണം ഞാൻ കിട്ടിയ ആൻസർ ഓപ്ഷൻ ഇല്ല. ആ ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോഴാണ് മനസ്സിലായി ഞാൻ ചെയ്തതിൽ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയത്. കാരണം അത് ഒരു 10 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതില് മൊത്തം 5 ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്സ് വീതമുള്ള ഇത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും എനിക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നില്ല, ഓപ്ഷനിൽ ഇല്ലാത്ത ഒരു ആൻസർ ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോഴും മനസ്സിലായി ഇത് എവിടെയോ മിസ്റ്റേക്ക് നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ആ സ്റ്റെപ്സിനെ ബാക്ക് ചെന്ന് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്ന് കറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അങ്ങനെ ചില സമയം റീഡു എല്ലാവർക്കും ചെയ്യാനുള്ള ഏറ്റവും ടൈമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് 2 മണിക്കൂർ കൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് 1 അവർ ആണ് MCQ ഞാൻ എൻഡ് ചെയ്തിരുന്നത്. അപ്പൊ അത്രയും ടൈം കിട്ടിയിരുന്നു. അത്രയും ടൈം വൺ കിട്ടുക അവർ ഇൻ ദ എടുത്തു സെൻസ് ഇപ്പൊ ലാസ്റ്റ്. നമ്മള് 1 മാർക്കിന് 1.8 എന്ന് പറയുമ്പോൾ 70-30 ഉള്ളതിൽ നിങ്ങൾ 3 പോർഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ 33.33, അതായത് 30 മാർക്സിന് എം സി ക്യൂക്ക് ആക്ച്വലി അലോക്കേറ്റ് ചെയ്യേണ്ട ടൈം നിങ്ങൾ കൊടുക്കുന്നുള്ളൂ. പക്ഷേ വാട്ട് ഐ ഫെൽറ്റ് വാസ് റീസെന്റ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ പ്രാക്ടിക്കൽ പേപ്പേഴ്സിൽ എം സി ക്യൂ ഭയങ്കര ട്രിക്കി ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ട്രിക്കിയാണ് സാർ. പാസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കിയാലും നമുക്ക് ട്രിക്കി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ മോക്ക് ചെയ്തപ്പോഴേ എനിക്ക് MCQ കുറച്ച് ടൈം എടുത്തിരുന്നു. ബട്ട് എക്സാമിനേഷനിലെ ക്വസ്റ്റ്യൻസ് ഞാൻ പഠിച്ചതിനെ സംബന്ധിച്ചുള്ള എന്നതാണ് കുറച്ച് എളുപ്പമായിരുന്നു എനിക്ക്. എല്ലാത്തിന്റെയും അക്കൗണ്ട്സ് ഒഴികെ ബാക്കി എല്ലാത്തിന്റെയും MCQs എനിക്ക് കുറച്ച് കംഫർട്ടായിരുന്നു. ബട്ട് അക്കൗണ്ട്സ് കുറച്ച് കൺഫ്യൂഷൻ ആക്കി എന്നേ ഉള്ളൂ. വേറെ വലിയ കുഴപ്പമൊന്നും വരുത്തിയിട്ടില്ല. ശ്രീജിത്ത്, ലുക്കിംഗ് ബാക്ക് നിങ്ങളെ പ്രിപ്പറേഷന്റെ ഈ എൻറ്റയർ സ്റ്റേജും ഇപ്പൊ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്ത് ഗോയിങ് ബാക്ക്, നിങ്ങൾ ഇഫ് യു ടു സ്റ്റാർട്ട് അഗെയിൻ
നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ കൊണ്ടുവരും? കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ കൊണ്ടുവരുമായിരുന്നു. ഓഡിറ്റിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുമായിരുന്നു. എന്റെ ആ ഒരു സ്റ്റഡി ചെയ്യണമെങ്കിലും ഓഡിറ്റിന് കുറച്ചുകൂടെ ടൈം കണ്ടെത്താൻ കഴിയും. ബാക്കി സബ്ജക്റ്റ് ഒക്കെ ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ കവർ ആകാൻ പറ്റി. ഈ ഒരു സബ്ജക്റ്റിന് കുറച്ചും കൂടെ ടൈം ഗ്യാപ്പ് കൊടുക്കുമായിരുന്നു. ആ എങ്ങനെ ഒരു കൊടുക്കും? ഇമ്പോർട്ടൻസും കൂടെ കൊടുത്ത് ആ ഒരു ടൈം ഗ്യാപ്പില്ല, ഞാൻ ഇടയ്ക്ക് റെസ്റ്റ് എടുത്ത ടൈമിലും ആ ടൈമിലൊക്കെ അതിന് ഒഴിവാക്കിയിട്ട് ആ ടൈമിൽ ഓടിച്ച് കുറച്ചുകൂടെ പഠിച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എക്സാം ടൈമിൽ. ഓക്കെ, ഓക്കെ. ഷിജിത്തു, ടീ ഓർ കോഫി? ടി. ഓക്കെ, ഞാൻ വെറുതെ ചോദിച്ചായിരുന്നു, എൻ്റെ ഉദ്ദേശം അതല്ല. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്താന്നുള്ളത്. സോളോ സ്റ്റഡി ഒരു ഗ്രൂപ്പ് സ്റ്റഡി? ഞാൻ കൂടുതൽ സോളോ സ്റ്റഡിയാണ്. സോളോ സ്റ്റഡിയാണ്. ഷോർട്ട് ബ്രേക്സിൽ വാട്ട് യു പ്രിഫർ? ഫോൺ സ്ക്രോൾ ചെയ്യാം ഓർ പവർ നാപ്പ്? ഷോർട്ട് ബ്രേക്സിൽ ഉറങ്ങും കൂടുതലും. അതാണ് ഉറങ്ങും? മോളും ചെയ്യാറുണ്ട്. ആ, ഉറക്കമാണ് ഇമ്പോർട്ടൻറ്റ്. എത്ര മണിക്കൂർ ഉറങ്ങും ഒരു ദിവസം? ഒരു 7 to 8 ആ ഒരു ടൈം. 7 to 8 hours. ഓക്കെ. ആൻഡ് എക്സാമിന്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ 1.5 days ലീവില്? അത് 6 to 7 ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. 6 to 7, എന്നാലും മിനിമം 6 ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മിനിമം 6 എന്തായാലും ഉറങ്ങും. അമേസിങ്. ആ, വിച്ച് വാസ് ദി ടഫസ്റ്റ് ചാപ്റ്റർ ദാറ്റ് യു സ്റ്റഡിഡ്? എഫ് എം എഫ് എമ്മിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ബഡ്ജറ്റ്. ആ ചാപ്റ്ററാണ് എനിക്ക് ടഫായിട്ട് തോന്നിയിട്ടുള്ളൂ. എനി പെർട്ടിക്കുലർ ചാപ്റ്റർ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു എക്സാമിൽ എന്തായാലും വരരുത് എന്നുള്ള രീതിയിൽ? പ്രാർത്ഥിച്ചിരുന്നോ ചോദിച്ചാൽ പ്രാർത്ഥിച്ചിട്ടില്ല, അങ്ങനെ പ്രാർത്ഥിച്ചില്ല. വന്നാൽ സ്കിപ്പ് ചെയ്യാം, ആ ഒരു മെന്റാലിറ്റിയിലാണ് പോയിരുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ. ഈസി ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, അവർക്ക് മാറ്റി വരും. എനിക്ക് മേ ബി അടുത്ത എനിക്ക് ചോദിക്കാനുള്ളതിന്റെ ആൻസർ ഓൾറെഡി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഒന്നുകൂടി ചോദിച്ചിടാ. നിങ്ങൾ ഏറ്റവും ഹയസ്റ്റ് സ്കോർ ചെയ്യുമെന്ന് വിചാരിച്ച് ലീസ്റ്റ് സ്കോർ ചെയ്ത സബ്ജക്റ്റും ഏറ്റവും ലീസ്റ്റ് സ്കോർ ചെയ്യുമെന്ന് വിചാരിച്ച് ഹയസ്റ്റ് സ്കോർ ചെയ്ത സബ്ജക്റ്റും. ബട്ട് ഐ തിങ്ക് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഓർ അതിൽ ചേഞ്ച് ഉണ്ടോ? ഇല്ല, അത് തന്നെയാണ്. ലൈക്ക് അഡ്വാൻസ് എക്സ്പെൻസ് ആണ് അക്കൗണ്ട്സിൽ ഏറ്റവും കൂടുതൽ അക്കൗണ്ട്സിൽ നല്ല സ്കോർ ചെയ്യുന്ന കരുതി കുറഞ്ഞു, ഓഡിറ്റിൽ കുറയുമെന്ന് വിചാരിച്ച് കൂടി. ഏറ്റവും ഓക്കെ, കൂടുതൽ. അമേസിങ്. എനി പെർട്ടിക്കുലർ തിങ്, വൺ പെർട്ടിക്കുലർ തിങ് ദാറ്റ് യു വുഡ് സേ സി എ സ്റ്റുഡൻസ് ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം, സി എക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇത് ചെയ്യാൻ പാടില്ല? സ്റ്റോപ്പ് ചെയ്യണം എന്ന് തോന്നുന്നു കഴിഞ്ഞാൽ അവര് കൂടുതലും ഫോക്കസ് ഔട്ട് ആവുന്നുണ്ട്. എന്ത് കൂട്ടത്തിലുള്ളവരായാലും പെട്ടെന്ന് ഒരു മോട്ടിവേഷൻ കയറിയിട്ടായാലും അവര് 2 ദിവസം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും. മുന്നിൽ അവർ വീണ്ടും ഒന്ന് ഫോക്കസ് ഔട്ട് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ ഏറ്റവും ബെറ്റർ ആണ്. അതാണ് ഞാൻ എന്റെ കൂട്ടത്തിൽ ഞാൻ കണ്ട പ്രശ്നം. ഫോക്കസ് ഔട്ട് ആവുന്ന കുറച്ച് ആൾക്കാർ ക്ലാസ്സിന്റെ ഇടയ്ക്കായാലും ചിലപ്പോൾ ഫോക്കസ് ഔട്ട് ആവും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനീഷ്യലി ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പം എല്ലാവരും നല്ല രീതിയിൽ കോപ്പറേറ്റ് ഒക്കെ ചെയ്ത് ഗ്രൂപ്പായിട്ടൊക്കെ നല്ല രീതിയിൽ ഡിസ്കസ് ഒക്കെ ചെയ്ത് പോകുന്നു. പിന്നെ പിന്നെ ക്ലാസ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആൾക്കാർ തന്നെ ഇപ്പോൾ ഒരു മടി കാണിച്ചു തുടങ്ങുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും അല്ല, പക്ഷെ കുറച്ച് ആൾക്കാർ മാത്രം. കുറച്ച് പേരൊക്കെ അങ്ങനെ കാണിച്ച ആൾക്കാരും നല്ല രീതിയിൽ ലാസ്റ്റ് ടൈമിൽ നല്ല രീതിയിൽ എഫർട്ട് ഇട്ട് നല്ല രീതിയിൽ പാസ്സായിട്ടുണ്ട്. എന്റെ കൂട്ടത്തിൽ ഫൗണ്ടേഷൻ ആയിട്ട് ഇന്റർ ആവട്ടെ അങ്ങനെ നല്ല രീതിയിൽ പാസ്സായിട്ടുണ്ട്. ബട്ട് എല്ലാവരും ഒരുപോലെ ആവണമെന്ന് തോന്നിയിട്ടില്ല. ബട്ട് അങ്ങനെ ഡൗൺ ആവണ മെജോറിറ്റി ആളെ എങ്ങനെ? ഓക്കെ. ക്യാരോൺ ക്യാരോൺ. അത് എനിക്ക് തോന്നിയിട്ടുള്ള എന്റെ ഫ്രണ്ട് ക്ലാസ്സിൽ ഇടയ്ക്ക് ഉച്ച സമയത്തൊക്കെ കൂടുതലും തിയറി പേപ്പേഴ്സ് ഉറങ്ങുമായിരുന്നു. അത്യാവശ്യം ബാക്കിൽ ഉറങ്ങുമായിരുന്നു. പക്ഷെ അവൻ നല്ല രീതിയിൽ പാസ്സായി. അവൻ മൈൻഡിൽ എന്നാലും ഒറ്റ ടൈം അവനെ കണ്ടാൽ മതി. പ്രൊഫഷൻസ് ഒക്കെ അവൻ എങ്ങനെയെങ്കിലും മനസ്സിലാക്കി എടുക്കും. നമ്മൾ ഡൗട്ടും ചോദിച്ചാൽ അവനെ നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കും. ലാസ്റ്റ് സ്റ്റഡി ലീവിലും അവൻ അടിപൊളിയായിട്ട് പഠിച്ചു, അവനും പാസ്സായി. അവനാണ് ഞാൻ ഈ പറഞ്ഞ സാധനത്തിൽ ഒരു എക്സെപ്ഷൻ ആയിട്ട് വന്ന ഒരാൾ. അപ്പൊ ഈ മൈൻഡ് ഔട്ട് ആവുന്ന ആൾക്കാരോട് നിങ്ങൾ ലൈക്ക് ഹൗ ഡു യു സജസ്റ്റ് എങ്ങനെയാണ് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ പറ്റുക, അല്ലെങ്കിൽ ഫോക്കസ് എങ്ങനെ തിരിച്ചു പിടിക്കാം? ഫോക്കസ് സാധാ ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ച് കുറച്ച് ടൈം ഇരുന്നാൽ ഫോക്കസ് ഔട്ട് ആവും. ബട്ട് നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതിലാണ് നമുക്ക് മെയിൻ കാര്യം ഇരിക്കുന്നത്. ആ വഴി പോയാൽ അത് കുറെ ടൈം അങ്ങ് പോകും. ഇപ്പോൾ ഒരു 2.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നാലും ഒരു 10-15 മിനിറ്റ് ബ്രേക്ക് എടുക്കാമെന്നുള്ളതാണ് ഞാനും എടുക്കുമായിരുന്നു. 15 മിനിറ്റ് ബ്രേക്ക് അങ്ങനെ. അതിനുശേഷം എല്ലാവരും അതേപോലെ അതേ മൈൻഡ് സെറ്റിൽ പഴയതുപോലെ തിരിച്ചു വന്നാൽ ബെറ്റർ ആയിരിക്കും. എല്ലാവരും അങ്ങനെ എത്തണമെന്നില്ല. ഹാപ്പൻസ്.
ഹ്യൂമൻ ബീങ്സ് ആണ്. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോഴും എന്നും അതേ എനർജിയും പവറും ഉണ്ടാവണം എന്നില്ല. ബട്ട് കം ബാക്ക്, തിരിച്ചു വരിക എന്നുള്ളത്. വെരി ഗുഡ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ റിവൈസ് ചെയ്ത സബ്ജക്ട് ഏറ്റവും കൂടുതൽ ടാക്സേഷൻ. ഏതാ? ടാക്സ്? ടാക്സേഷൻ. ആ, ഡി ഡി ടി ടി ഐ ഡി ഡി ടി ടി or ഐ ഡി ടി? രണ്ടും ഒരുപാട് രണ്ടും? രണ്ടും ഈക്വൽ. ഓ ഓ, നൈസ്. ഓക്കെ. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഫോർ ആർ ഓഡിയൻസ്, ശ്രീജിത്തു. ഒന്ന്, സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഫേസ് ചെയ്തിരുന്നെങ്കിൽ അതെങ്ങനെ ഓവർകം ചെയ്തു? ഞാൻ പൊതുവെ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ല. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കും, റീൽസ് കാണും, അല്ലാതെ പോസ്റ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളായിട്ട് അങ്ങനെ പോവാറില്ല. കൂടുതലും അല്ല, കൂടുതലും പഠിക്കുന്ന ടൈമിൽ അങ്ങനെ ആ പോവാറില്ല. പറഞ്ഞ സാധനമാണ് ഡിസ്ട്രാക്ഷൻ. പോസ്റ്റിംഗ് അല്ല ഡിസ്ട്രാക്ഷൻ, റീൽസ് കാണലാണ് ഡിസ്ട്രാക്ഷൻ. അതുവരെ ഇത് വരും. ഞാൻ പക്ഷെ ലിമിറ്റ് ചെയ്യുമായിരുന്നു. ഇത്ര ടൈമിൽ ഞാൻ കൂടുതലും ഫുഡ് കഴിക്കുന്ന ടൈമിൽ, ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ ആയിരുന്നു അങ്ങനെ റീൽ കണ്ടോട്ടുള്ളത്. പഠിക്കുന്ന ടൈമിൽ ചെയ്യൂല, ഫോൺ എടുക്കില്ലായിരുന്നു. എടുക്കും, ക്വസ്റ്റ്യൻസ് നോക്കാനും അല്ലാത്ത ഇതിന് മാത്രമേ ഫോൺ എടുക്കുമായിരുന്നുള്ളൂ. പക്ഷെ അൺഇൻസ്റ്റാൾ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും മിക്കവരും പറയുമായിരുന്നു അൺഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞു. അത് ഞാൻ ഫൗണ്ടേഷനിൽ അങ്ങനെ ചെയ്തിരുന്നു. അൺഇൻസ്റ്റാൾ ചെയ്തത് എനിക്ക് കുറച്ച് കൂടുതലാണ്. +2 കഴിഞ്ഞ് വന്ന ആ ടൈമിൽ ഇൻസ്റ്റാഗ്രാം യൂസ് കുറച്ച് കൂടുതലാണ്. പിന്നെ കോഴ്സിന്റെ ആ ഒരു സീരിയസ്നെസ് അതൊക്കെ മനസ്സിലാക്കി ഞാൻ തന്നെ ലിമിറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് ആ ഒരു ലിമിറ്റിൽ ഉപയോഗിക്കും. ആ സ്റ്റഡി ടൈമിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കണം. അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല സോഷ്യൽ മീഡിയ. കുറച്ചുകൂടി കൺട്രോൾ ഞാൻ മെച്ചുവേർഡ് ആയി. ചെയ്തു. ഫൗണ്ടേഷനിലെ ഹാബിറ്റ് ഉണ്ടായിരുന്നു. ബട്ട് ദിസ് ഇസ് സംതിങ്, ശ്രീതു, ദാറ്റ് ഐ ഫീൽ, ആ ഇൻഫിനിറ്റ് സ്ക്രോളിംഗ് എന്നുള്ള സാധനം അതിനൊരു ഏജ് കാറ്റഗറി ഒന്നുമില്ല. ലൈക്ക് ഐ ഹാവ് സീൻ ഭയങ്കര ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ കീപാഡ് ഫോണിൽ നിന്ന് പെട്ടെന്ന് സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ അവരും യൂട്യൂബിൽ അങ്ങനെ സ്ക്രോൾ ചെയ്ത്, ദാറ്റ് ഇസ് സംതിങ്, ഒരു ഇൻഹറന്റ് ഒരു നേച്ചറായിട്ട് വരുന്ന ഒരു സംഭവം, ആ ഒരു അഡിക്ഷൻ. ബട്ട് അത് പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ കൂടെ ഞാൻ ഇനിഷ്യലി വിസിറ്റ് ചെയ്ത ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ദർ വാസ് നോ കോണ്ടന്റ്. ദർ വാസ് ഓൺലി വൺ കോണ്ടന്റ്, നിങ്ങൾ റീഷെയർ ചെയ്ത കോണ്ടന്റ്, വിച്ച് വാസ് സിവിൽ സർവീസിൽ 4 എക്സെപ്ഷണൽ സ്റ്റോറി ആയിട്ടുള്ള 4 പേര് അത് ക്ലിയർ ചെയ്ത, ഡിസ്പൈറ്റ് ഓഫ് ദിയർ സ്ട്രഗിൾസ് അത് ക്ലിയർ ചെയ്ത ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയുടെ ഒരു റീലാണ് ഞാൻ കണ്ടത്. സോ ഹൗ ഡസ് തിങ്സ് ലൈക്ക് ദിസ് കണക്ട് ടു യു, അങ്ങനത്തെ ഒരു അച്ചീവ്മെന്റിനെ പറ്റി? ആൻഡ് വേർ ഡു യു സീ യുവർ സെൽഫ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ? അത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞാനും ഈ കോഴ്സിലോട്ട് വരുന്നത് ഇങ്ങനത്തെ ഒരു സാഹചര്യം, ഫൈനാൻഷ്യലി നല്ല പ്രോബ്ലം ഉണ്ട് ഇപ്പോഴും. ആ ടൈമിലായാലും അല്ലാതെ കുറെ പ്രോബ്ലംസും എല്ലാം ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സിലോട്ട് തന്നെ സെലക്ട് ആവുന്നത്. ചൂസ് ചെയ്യുന്നതിന് ഇങ്ങനത്തെ. അപ്പം ആ ഒരു കോഴ്സ് ഇതേപോലെയാണ് IAS ഉള്ള ഒരു കോഴ്സും അവർ പാസ്സായി. അപ്പം അത് കണ്ടപ്പോൾ റീഷെയർ ചെയ്യണമെന്ന് തോന്നിയാണ് ചെയ്തത്. അപ്പൊ ഞാനും അതേ ഒരു മൂവ്മെന്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യം അവിടെ നിന്ന് നേരെ CA കോഴ്സ്, അവിടെ നിന്ന് ഇങ്ങനെ ഇനി അങ്ങോട്ട് ഭാവിയിലും നല്ലൊരു കമ്പനിയിലും വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് പാസ്സായതിനു ശേഷം. എംപ്ലോയ്മെന്റ് ആണ് ആഗ്രഹം? ഞാൻ ഇപ്പൊ ഇനിഷ്യലി കുറച്ച് എംപ്ലോയ്മെന്റിൽ പോയി കണക്ട് ബിൽഡ് ചെയ്ത് അങ്ങനെ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് ശേഷം ഭാവിയിൽ എന്തെങ്കിലും നല്ലൊരു പ്ലാൻ ചെയ്യും. ബിസിനസ് അങ്ങനത്തെ ടൈപ്പ് ആഗ്രഹമുണ്ട്. എല്ലാം ഒന്ന് പഠിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുള്ളൂ. ഇൻഷാ അള്ളാ നടക്കട്ടെ, ആഗ്രഹങ്ങൾ നടക്കട്ടെ. ഇപ്പോ 2 days ബിഫോർ റിസൾട്ട് വന്നു. ടു എനി സ്റ്റുഡന്റ് ഹു ഹാസ് നോട്ട് ക്ലിയർഡ് CA എക്സാംസ്, എന്നിട്ട് ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന് ഈ സ്റ്റേജ് വരെ, ഈ ഒരു വീഡിയോ ഇത്ര എൻഡിങ് വരെ കണ്ടെത്തി, ആൻഡ് ദേ ആർ ലൈക്ക് ഇനി അവർക്ക് എക്സാംസ് എഴുതാൻ പേടിയാണ്, അങ്ങനത്തെ ഒരു പേഴ്സണോട് നിങ്ങൾ എന്താ പറയാ? ഇത് ഞാൻ എന്റെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞാനും അവരുടെ പറയുന്നത് ഇതൊരു അവസാനമല്ല. ഈ എന്ന് പറഞ്ഞ കോഴ്സ് കഴിഞ്ഞ് ഞാനും ഫസ്റ്റ് അപ്രോച്ച് ചെയ്തപ്പോഴും മനസ്സിലാക്കിയത് ഇതൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളത്. കാരണം ആദ്യം ആരെത്തും എന്നുള്ളതിൽ ഒരു പ്രാധാന്യം ഞാൻ തോന്നിയിട്ടില്ല. ആദ്യം ആ 40 മാർക്ക് എന്ന ക്രൈറ്റീരിയ കടക്കും എന്നുള്ളതിലാണ് നമ്മളെ വിജയിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിലാണ് ഞാനും പോയത്. എല്ലാവർക്കും ചിലവർ ഇന്ന് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടും കിട്ടാതെ പോയ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കും ഈ ഒരു എഫേർട്ടിന്റെ ഫലം ഫ്യൂച്ചറിൽ വരും. നമ്മൾ ശ്രമം വിടാതിരിക്കുക എന്നുള്ളതാണ് ഞാനും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാനും ഇപ്പോഴും ചെയ്യുന്നത് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. വെരി ഗുഡ്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ഡെഫിനറ്റ്ലി സക്സീഡ് ചെയ്യും എന്നുള്ളത്. ഇഫ് യു വേർ ടു കൺക്ലൂഡ്, നമ്മൾ സെഷൻ കൺക്ലൂഡ് ചെയ്യുക, വാട്ട് വുഡ് ബി 3 പ്രാക്ടിക്കൽ ടിപ്സ് CA എക്സാംസ് ക്ലിയർ ചെയ്യാൻ ഈ കാര്യങ്ങൾ ചെയ്താൽ മതി, ഏറെക്കുറെ നിങ്ങൾ സെറ്റാണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ? മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് കാര്യം.
നമ്മൾ ഒരു കോഴ്സ്, ഞാൻ ഈ കോഴ്സിൽ ഇറങ്ങിയപ്പോൾ മൈൻഡ് സെറ്റ് ആയിരുന്നു എന്റെ ആദ്യ പേര്. മൈൻഡ് ക്ലിയർ ആയിരിക്കണം, കോഴ്സ് എക്സാം തീരുന്നവരെ സ്റ്റഡീസിനപ്പുറം ഒരു ഡിസ്ട്രാക്ഷൻ വേണ്ട എന്നുള്ളത് ആദ്യമേ ഞാൻ തീരുമാനിച്ചിരുന്നു. പിന്നെ അതിനുശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി പഠിക്കാൻ പറ്റിയാൽ ഏറ്റവും ബെറ്റർ ആണ്. പിന്നെ പ്രോപ്പർ മോക്ക് ടെസ്റ്റ്, ആ ഒരു സംഭവങ്ങൾ എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഈ മൂന്ന് കാര്യമാണ് എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വിട്ടു പോവാതിരിക്കുക. ഓക്കെ, താങ്ക് യു ശ്രീജിത്തു. ദാറ്റ് വാസ് റിയലി എ വണ്ടർഫുൾ സെഷൻ. നിങ്ങൾ പറഞ്ഞ ഒരുപാട് പോയിന്റ്സ് ഒരുപാട് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുമെന്നുള്ള ഷുവർ ആണ്. താങ്ക്സ് ഫോർ ജോയിനിങ് ദിസ് സെഷൻ. ഞാൻ താങ്ക് യു നിങ്ങളോട് സാർ. ചോദിച്ചു നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ളത്, നിങ്ങൾ അപ്പൊ തന്നെ റിപ്ലൈ തരും ചെയ്ത്. ഐ ഗസ് വി ക്യാൻ കൺക്ലൂഡ്. ഇസ് ദർ എനിത്തിങ് യു വാണ്ട് ടു സേ നിങ്ങളെ സൈഡിൽ നിന്ന്, ഞാൻ ഈ ചോദിച്ച ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ പുറമെ? ഇല്ല, സാറ് നടത്തുന്ന സെഷൻസ് ഏറ്റവും അടിപൊളിയാണ്, ഞാനും കാണാറുണ്ട്. നമ്മൾ ആദ്യം മെസ്സേജ് അയച്ചപ്പോൾ ഫസ്റ്റ് സാറിന്റെ എക്സാമിന് മുമ്പുണ്ട സെഷൻ, ഞാൻ അത് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതുപോലെ സാറ് ഇടുന്ന ഓരോ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പൊ അതും എനിക്ക് ഒരു പ്രചോദനമായിരുന്നു എക്സാമിന് മുമ്പ് അറ്റൻഡ് ചെയ്യുന്നതിന്. അപ്പൊ ഇനി ഭാവിയിലും സാർ ഇതുപോലെ മറ്റുള്ളവർക്കും എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിരിക്കും, എനിക്കായാലും ഇമ്പോർട്ടന്റ് ആണ്. താങ്ക് യു ശ്രീജിത്തു. നിങ്ങളെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് പറ്റിയ പോലെ എന്തൊക്കെ വാല്യൂ അഡീഷൻസ് ചെയ്യാൻ പറ്റും അത് ചെയ്യാം. നോട്ട് നെസസറി എല്ലാം ഇപ്പൊ ഈ ഫീൽഡിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയൊക്കെ വേറെ ഉള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം നിങ്ങളത് പറഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് വെരി ഹാപ്പി, ബിക്കോസ് ഞാൻ തന്നെ അറിയാതെ എന്റെ മെസ്സേജസിൽ പലതും നിങ്ങൾക്കും യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞപ്പോൾ. ബിക്കോസ് ഞാനും പല വീഡിയോസിൽ പറയാറുണ്ട്, എന്നെ ഈ CA കോഴ്സ് ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരുന്നത് എനിക്ക് പല ഫാക്കൽറ്റിയും പറഞ്ഞെന്ന ടിപ്സ് ആയിരുന്നു. ആൻഡ് അതിലൊക്കെ പലതും ഈവൻ ദോ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നെങ്കിലും, ഓക്കെ, ദീസ് വർ പീപ്പിൾ ഹൂം ഐ റെസ്പെക്റ്റഡ്, ആൻഡ് അവര് നമ്മൾ പാസ്സാവണമെന്ന് സിൻസിയർലി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർ ആ ടിപ്സ് തരുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്ന് വിശ്വസിച്ചിട്ട് ഞാനത് ഫോളോ ചെയ്യാൻ നോക്കി. ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഫസ്റ്റ് റീഡ് ചെയ്യരുതെന്നോ, അല്ലെങ്കിൽ ആദ്യത്തെ പേപ്പർ ടഫ് ആയാലും മൈൻഡ് ഡൗൺ ആവാൻ പാടില്ല, അത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു മൈൻഡ് ഗെയിം ആണ്, നിങ്ങൾ ഇമോഷണലി തളർത്തും, ബാക്കിയുള്ള എക്സാംസ് അപ്പിയർ ചെയ്യണം എന്നുള്ളതൊക്കെ ഐ തിങ്ക് റിയലി വർക്ക് ഇൻ യുവർ കേസ് ഓൾസോ ശ്രീജിത്തു. യാ, അപ്പൊ ഞാനിത് പറയുമ്പോൾ ഇനിഷ്യലി ടീച്ചിങ് ഫീൽഡിലൊക്കെ വന്നപ്പോൾ ഐ വാസ് ലൈക്ക്, ഓക്കെ, എനിക്ക് പാസ്സാവാൻ പറ്റി, അങ്ങനെ എനിക്ക് ആർക്കും പാസ്സാവാൻ പറ്റും. കാരണം ഞാൻ ഭയങ്കര ബ്രൈറ്റ് ഒന്നും അല്ലായിരുന്നു, ചില ബേസിക് ടിപ്സ് എഫേർട്ട് ഇട്ടിരുന്നു, അല്ല എന്നുള്ളതല്ല. എന്നിട്ട് ഐ സീ സ്റ്റുഡൻസ് ഹു ഹാവ് മോർ കാലിബർ ദെൻ മീ, മോർ ടാലന്റ് ദെൻ മീ, പക്ഷെ അവര് ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുത്തിയിട്ട് അവർ ഫെയിൽ ആവാന്ന് കാണുമ്പോൾ ആദ്യം നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പലപ്പോഴും ടീച്ചിങ് നിർത്തി പോയാലെന്ന് തോന്നി. പിന്നെ മനസ്സിലായി ഇത് CA കോഴ്സ് ആണ്, ഇവിടെ എങ്ങനെയാണ് നമ്മൾ പറയാനുള്ളത് പറയണം. അതിൽ അഡോപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. പലരും മനഃപൂർവ്വം അഡോപ്റ്റ് ചെയ്യാതൊക്കെയല്ല, അവർ എക്സാം ഹോളിലുള്ള മൈൻഡ് സെറ്റും പ്രഷറും കാരണം അത് വിട്ടു പോകുന്നതാണ്. ബട്ട് യെസ്, ലൈക്ക് യു സെഡ്, ഹോപ്പ് ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. യെസ്, ഐ തിങ്ക് ഞാൻ നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്തതല്ലല്ലോ, അതോ നിങ്ങൾ എന്തെങ്കിലും പറയാൻ നിൽക്കുകയായിരുന്നോ, അതോ? ഇല്ല ഇല്ല ഇല്ല. അല്ല അല്ല അല്ല. ഓക്കെ, സോ കൺക്ലൂഡ് ചെയ്യാം അല്ലെ ശ്രീജിത്തു? നമ്മൾ ഡെഫിനറ്റ്ലി മീറ്റ് ചെയ്യണം. ആൻഡ് നിങ്ങളും നിങ്ങളെ ഫർദർ സ്റ്റേജിൽ ഇഫ് യു നീഡ് എനി ഗൈഡൻസ് എന്റെ സൈഡിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റിയ ഹെൽപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അറിയിക്കുക. ഐ വുഡ് ഡെഫിനറ്റ്ലി ബി ഹാപ്പി ഫോർ ദാറ്റ്. അറിയിക്കും. നിങ്ങൾ ഈ സൈഡിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ, അറിയിക്കും. ഞാൻ ട്രിവാൻഡ്രം എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾ ഈ ഭാഗം മലപ്പുറം കാലിക്കറ്റ് എങ്ങോട്ടെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ, എന്തായാലും അറിയിക്കും. യെസ് സാർ, വിളിക്കാം. ഓക്കെ ശ്രീജിത്ത്, ബൈ. ഓക്കെ, താങ്ക് യു.